നമസ്കാരം. നമസ്കാരം. ഹായ്. അപ്പോൾ അച്ഛൻ പോയി, മകൻ വന്നു. കുറച്ച് മുമ്പ് അഖിലവിടെ വന്നപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനിവിടെ നിൽക്കുന്നില്ല പറഞ്ഞു സത്യമായിട്ട്. ഞാൻ പറഞ്ഞു, അധികം നിന്നാൽ ഞങ്ങൾ ചോദിക്കും ഹൂ ആർ യു. ഇവിടെ എനിക്ക് വ്യക്തിപരമായ ഒരു വരി പറഞ്ഞിട്ട് തുടങ്ങാം. 30 കൊല്ലം മുമ്പ് സത്യൻ അന്തിക്കാടിൻ്റെ ബയോഗ്രഫി എഴുതാൻ അന്തിക്കാട്ട് പോയിട്ട് കോളേജിലൊക്കെ കഴിഞ്ഞ കാലത്ത് 3 വർഷം ഞാൻ ആ വീട്ടിലൊരു സ്ഥിരക്കാരനായിരുന്നു. ചെറിയ വീടായിരുന്നു, ഇപ്പോൾ വലിയ വീടായി. അവിടെ അന്ന് ട്രൗസർ ഇട്ട് ഞാൻ അവിടെ വൈകുന്നേരം ഇരിക്കുമ്പോഴൊക്കെ മണ്ണ് പുരണ്ട ട്രൗസറും പിന്നെ ബാഗും ഒക്കെ ആയിട്ട് വരുന്ന 2 ഇരട്ട സഹോദരന്മാരിൽ ഉണ്ടായിരുന്നു. അവർ പിന്നീട് വിപ്രോയിലേക്ക് ജോലിക്ക് പോയി. ഇപ്പോഴൊക്കെ നമ്മൾ സ്ഥിരം അവിടെ പോകുമ്പോൾ കാണും. അവരവരുടെ ലോകത്ത് പോവും. പെട്ടെന്നൊരു ദിവസം ഇവർ 2 പേരും വിപ്രോയിലെ ജോലി രാജിവെച്ച് സിനിമയിലേക്ക് പ്രവേശിച്ചു. പിന്നെയും കുറേ കാലം സ്ഥിരം കാണും. അത് കഴിഞ്ഞ് അതിൽ അഖിലിൻ്റെ ഇരട്ട സഹോദരനായ അനൂപ് ആദ്യം സിനിമ എടുത്തു. ആ സിനിമ വരനെ ആവശ്യമുണ്ട് വലിയ ഹിറ്റായി. അതിനുശേഷം ഒരു 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ ആദ്യ സിനിമ അഖിൽ ചെയ്യുന്നത്. അതിനിടയിൽ അച്ഛൻ അസിസ്റ്റ് ചെയ്തിരുന്നു. അതും കഴിഞ്ഞ് 2 വർഷമായോ? 2 വർഷമായി കണ്ട് 2 വർഷമായി. 2 വർഷം കഴിഞ്ഞപ്പോൾ സർവം മായ എന്ന് പറഞ്ഞ സിനിമയായി അഖിൽ വീണ്ടും വന്നു. ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റല്ല, അതിൻ്റെ ഡൂപ്പർ എന്താ അതിന് പറയുക വെച്ചാൽ അത്രയും ഹിറ്റായി ആ സിനിമ. മാത്രമല്ല കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടാക്കി. അപ്പോൾ ഒരു പ്രതിഭാധനായ അന്ന് ഞാൻ ആ കണ്ട ട്രൗസർ ഇട്ട പയ്യൻ ഇപ്പോൾ ഒരു കോടീശ്വരനുമായിട്ടുണ്ട്. ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, പൈസയുള്ള ആൾക്കാരെ എല്ലാവരെയും നീ ബഹുമാനിക്കണം. അപ്പോൾ ഞാൻ ബഹുമാനിക്കുന്നു. അപ്പോൾ ഈ സമ്പന്നനായ കോടീശ്വരനായ ഗ്രാമീണനോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു നോട്ട് ടു ദ ഇഡി, ഞാനല്ല പ്രൊഡ്യൂസർ, ഷെയർ പോകുന്ന വേറെ കുറേ അങ്ങനെയൊക്കെ എല്ലാവരും പറയാ. ഇതൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ പറയാം. അല്ല, അത് തെറ്റല്ല, പൈസ ഉണ്ടാക്കുന്നത് തെറ്റല്ലല്ലോ, ബഹുമാനിക്കുന്നു. ഈ അച്ഛൻ്റെ ബയോഗ്രഫി പ്രകാശനം ചെയ്തപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞൊരു വാചകമുണ്ട്, പരാജയത്തിൻ്റെ മുകളിൽ നിൽക്കാൻ യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ വിജയത്തിൻ്റെ മുകളിൽ നിൽക്കാനാണ് മനുഷ്യന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എങ്ങനെയുണ്ട് ഈ നിൽപ്പ്? ഈ സർറിയൽ എന്നുള്ള സാധനം സത്യം എന്ന് മനസ്സിലായി എനിക്ക്. അതിൻ്റെ അർത്ഥം പോലും അറിയില്ല, ഞാൻ മലയാളം മൊഴിയാണ്. പക്ഷെ സർറിയൽ കുറേ നാളെ നോക്കിയിട്ടുണ്ട്. എന്താണ് മെല്ലപ്പെട്ട വണ്ടി ഒന്നും മനസ്സിലാവില്ല ആൾക്കാർ. 2 ചീത്തയാണ്. വന്നുകൊണ്ട് തന്നെ അച്ഛൻ, നിനക്ക് ഈ ഷർട്ട് കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു. എന്താ 5ാം ക്ലാസ്സിലെ ഷർട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്പീഡും വിജയം എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് സർപ്രൈസിംഗ്ലി. സാധാരണ അത് എനിക്ക് വലിയ വിജയം, എൻ്റെ ഫസ്റ്റ് സിനിമ അധികം വലിയ വിജയമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇത് കൺമുന്നിൽ എനിക്കും നിവിനും കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു ഹിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 2 പേർക്കും നിവിൻ എന്നോട് പറഞ്ഞത് ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു കാംനെസ് ആണ് ആദ്യം ഫീൽ ചെയ്യുന്നത്. എനിക്ക് പിന്നെ അതിൽ അപ്പുറത്തേക്കൊരു വാലിഡേഷൻ എന്നുള്ള വാക്കാണ്. നമ്മുടെ തലയ്ക്കകത്ത് മാത്രം ഉണ്ടായിരുന്നൊരു കാര്യം എഴുതുമ്പോഴും ഉണ്ടാക്കുമ്പോഴും അത് ഇത്രയും ആൾക്കാർ ഒരു സ്പെക്ട്രം ഓഫ് ഓഡിയൻസിലേക്ക് എത്തി എന്നുള്ള ഒരു ധൈര്യമാണ്. അപ്പോൾ സന്തോഷമുണ്ട്, ഉറക്കം കുറവാണ്. അതാണ്, ഉറക്കം കുറഞ്ഞു പോകും സന്തോഷം വന്നാൽ, അതെനിക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ ലേറ്റായിട്ട് ഉറങ്ങി നേരത്തെ എണീക്കുന്നൊരു സ്വഭാവമുണ്ട്. അതെനിക്ക് തോന്നുന്നു സെറ്റിൽ ആവും തോന്നുന്നു. അത് സന്തോഷം കൊണ്ടാണ്, മനസ്സ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പക്ഷേ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം എനിക്ക് പല കാര്യങ്ങൾ അലൈൻഡ് ആയിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിവിൻ പോളി എന്നുള്ളൊരു താരത്തിൻ്റെ കുറേ നാൾ ശേഷമുള്ള തിരിച്ചറിവ് കൂടി ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ മെറിറ്റിൻ്റെ കൂടെ തന്നെ ഒരു വീട്ടിലൊരാൾ കുറേ നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരു സന്തോഷം കൂടി സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പല ഫാക്ടേഴ്സ്, റിയ ഷിബു എന്നുള്ളൊരു ആക്ട്രസിൻ്റെ കൂടിയുള്ള ആ ഇഷ്ടം, അങ്ങനെ കുറേ ഫാക്ടേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാത്രമല്ല, മൊത്തത്തിലൊരു അനുഗ്രഹം ഉള്ള സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇത് അഖിൽ സത്യൻ തന്നെയാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം മറ്റാൾ ഇവിടെ വന്നിരുന്നാലും ഇതേപോലെയാണ്. സത്യേട്ടന് മാറിപ്പോയിട്ടുണ്ട്. ഒരിക്കലും അടുത്ത് കിടന്നിട്ട് അഖിലിനെ ഞാൻ ആ സിനിമയിൽ അസിസ്റ്റൻ്റ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത് കിടക്കുന്ന ആൾ പറഞ്ഞു, അച്ഛൻ ഞാനാണ് അഖിലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു മറ്റവനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചില ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ അച്ഛന്മാരെ പറ്റി സംസാരിക്കാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല.
ഇപ്പോൾ വി ടി വാസുദേവൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ പറ്റി സംസാരിക്കുമ്പോൾ വി ടി ഭട്ടതിരിപ്പാടിനെ പറ്റി പറഞ്ഞേ പറ്റൂ. വിജയരാഘവൻ എന്ന് പറഞ്ഞ നടനോട് സംസാരിക്കുമ്പോൾ എൻ എൻ പിള്ളയെ പറ്റി പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇതും അങ്ങനെയാണ്. അച്ഛൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഷാഡോ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഈ അച്ഛൻ അഖിലിന് വ്യക്തിയായും സംവിധായകനും ആരാണ് അച്ഛൻ? അച്ഛനൊരു ഫ്രണ്ടാണ്, ടു ബി ഫ്രാങ്ക്. ഞങ്ങളൊരു 10-20 വയസ്സ് വരെ അച്ഛനെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അമ്മയാണ് വളർത്തിയിട്ടുള്ളത്. അച്ഛൻ തിരക്കുകളായിരുന്നു കൂടുതലും. അച്ഛനും അമ്മയെ താമസിച്ചേക്കാളും കൂടുതൽ അച്ഛനും ശ്രീനേങ്കുളാണ് താമസിച്ചിട്ടുള്ളത് ആ കാലത്ത് ഒരുമിച്ച്. അപ്പോൾ അച്ഛൻ്റെ വർക്ക് വൈഫ് എന്ന് പറയുന്നത് ശ്രീനേങ്കുളാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലം ടോട്ടലി സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടുള്ളതാണ്. ഞാൻ മമ്മൂട്ടീനെയോ മോഹൻലാലിനെയോ കണ്ടിട്ടില്ല. കുട്ടി അങ്ങനെയൊന്നും ഓർമ്മ പോലും ഇല്ല കണ്ടതായിട്ടൊന്നും. ആദ്യമായിട്ട് കണ്ട ഷൂട്ടിംഗ് ഞാൻ അസിസ്റ്റ് ചെയ്ത് ഞാൻ ഒരു സിനിമയുടെ പിൻഗാമി എന്നുള്ള പടത്തിൻ്റെ ഫൈറ്റ് ഓർമ്മയുണ്ട് ഷൂട്ട് ചെയ്ത്. അത് മാത്രമാണ് ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഷൂട്ടിംഗ് ഓർമ്മ. അതിൽ ലാൽ സാറിൻ്റെ ഡ്യൂപ്പാണ് ചില്ല് പൊളിച്ച് തെറിച്ച് വീഴുന്നത്. അപ്പോൾ കൽക്കണ്ടം എറിയുന്ന ഓർമ്മയുണ്ട്. ഫൈറ്റ് മാസ്റ്ററുടെ അസിസ്റ്റൻസ് കൽക്കണ്ടം എറിയും, അത് തിന്ന ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഓർമ്മ. അപ്പോൾ സിനിമയിൽ നിന്ന് അച്ഛൻ, എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ മകനായ പോലും ഞാൻ അവനെ സിനിമയിൽ ഞാനൊന്ന് പേടിക്കും. അപ്പോൾ ആ ഒരു പേടി അച്ഛനുണ്ടായതുകൊണ്ട് ആസ് എ ഫിലിം മേക്കർ അച്ഛനെ നമുക്ക് അങ്ങനെ പരിചയമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു +2 കഴിഞ്ഞ മുതൽ അച്ഛൻ നമ്മളൊരു സുഹൃത്തായി കണ്ടു തുടങ്ങി. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ടാണ് പിന്നെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ പേടി അങ്ങനെയില്ല. അങ്ങനെ അച്ഛൻ അടിച്ചതായിട്ടൊന്നും ഓർമ്മയില്ല. ഒരടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അച്ഛൻ്റെ മോതിരം കൊണ്ട് വേദനയുണ്ട് ഓർമ്മയുണ്ട് അടിച്ചപ്പോൾ. അത് മാത്രമേ ഓർമ്മയുള്ളൂ, വേറെ ഒന്നും അങ്ങനെ ഓർമ്മയില്ല. അപ്പോൾ അമ്മയാണ് ശരിക്കും ചൈൽഡ്ഹുഡിലൊരു ബേസ് കോർ മെമ്മറി. അച്ഛൻ സത്യനന്ദിക്കാടെന്ന് മനസ്സിലായി തുടങ്ങുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. നാട്ടിലായതുകൊണ്ട് പഠിച്ചെല്ലാം മലയാളം മീഡിയം സ്കൂളിലാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോസ്ഡ് അല്ല സിറ്റി ആയിട്ടോ വേറൊരു അതായിട്ടൊന്നും. അപ്പോൾ പക്ഷേ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ സിനിമയിൽ ഞാനും അനൂപും വരാൻ കാരണം പോലും ഞങ്ങൾ മണിരത്നം സിനിമ കണ്ടിട്ടാണ് ആഗ്രഹിച്ചത് ഫിലിം മേക്കർ ആവാമെന്ന്. അല്ലാതെ അച്ഛൻ്റെ സിനിമ കണ്ടിട്ടല്ല. അച്ഛൻ്റെ സിനിമ നമ്മളന്ന് കുറേ റീവാച്ച് ചെയ്യും, നാടോടിക്കാറ്റും ഒക്കെ റീവാച്ച് ചെയ്യുന്നല്ലാതെ അന്ന് അതിൻ്റെ വില അറിയില്ല. മണിരത്ന സിനിമകളുടെ എനിക്ക് കണ്ണത്തിൽ മുത്തുമിട്ടാണെന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ട ഒരു ഓർമ്മയുണ്ട്. അതാണ് ഒരു ഫിലിം മേക്കറായാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ളൊരു മൊമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ വന്നപ്പോഴാണ് അച്ഛൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. ആൾക്കാർ പറയുമല്ലോ ഫീൽ ഗുഡ്. ഈ ഫീൽ ഗുഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ തീരെ എളുപ്പമല്ല എന്ന് മനസ്സിലായത് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ്. എഴുതാനും അത് ക്രിയേറ്റ് ചെയ്യാനും പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യാനും അതൊരു ഒരു അതിഭീകര ടാലൻ്റാണ്. അപ്പോൾ എൻ്റെ മെയിൻ ഇപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ ഒരു അനുഗ്രഹം, ഒരു ഗുണവും അച്ഛൻ്റെ കൂടെ 10 വർഷം അസിസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ കാണുന്ന ഞാനും, ഇനി അങ്ങോട്ടുള്ള ഞാനും അത് തന്നെയായിരിക്കും. ഇത് ഈ അഭിമന്യു മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഒരു അഭിമന്യു എന്ന് എൻ്റെ ഓർമ്മ. ഒരു ഘട്ടം വന്നപ്പോൾ അതിലൊരു വരിയുണ്ട്, ഞാനൊരു ബാലൻ അശക്തൻ എന്നാകിലും മാനിയാം എന്നോട് താതനെ ഓർക്ക നീ. ഇപ്പോൾ ഈ അച്ഛൻ എന്ന് പറഞ്ഞത് ഒരു ക്രിയേറ്റീവ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ടാഗോറിൻ്റെ മകൻ രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹം അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. അച്ഛൻ ഒരേ സമയം സ്നേഹവും നമുക്ക് സഹായവും ഒക്കെ ആണെങ്കിലും ഒരു ഞാൻ ബാധ്യത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് മോശമായിട്ടല്ല, അതൊരു ബാധ്യത കൂടിയാണ്. കാരണം അച്ഛൻ്റെ ഒരു ലെവൽ ഓഫ് തോട്ട് അത് ഈ വീട്ടിൽ തന്നെ വരുന്നതാണ്. നിങ്ങൾ വേറൊരു ജനറേഷനിൽ പെട്ടതാണ്. അങ്ങനെ ഒരു ഇപ്പോൾ ഗാന്ധിയുടെ മകന് ഏറ്റവും വലിയ വേറൊരു തരത്തിലുള്ള ബാധ്യത ഗാന്ധിജിയായിരുന്നു. അപ്പം അച്ഛൻ ക്രിയേറ്റീവ്ലി അച്ഛനൊരു ബാധ്യത, അച്ഛൻ്റെ ഒരു ഷാഡോ, ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ഒരു കഥ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു കൾച്ചർ, ഒരു ടോണ് ഒക്കെ ഉണ്ടാവും. കാരണം ഇത് വലിയ കാലങ്ങളായിട്ട് നിന്നാണ്. സത്യനന്ദിക്കാടിൻ്റെ മകൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ടോ എന്നാണ് ചോദ്യം. ആ പേടി അസിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. അച്ഛൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമ 2010 ഞാൻ വിപ്രോ എന്ന ജോലി രാജിവെച്ചിട്ടാണ് അച്ഛൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ പേടിയും ഭയങ്കര, എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പോഴും കയറിയിട്ടില്ല. അപ്പോൾ ആ ഭയവും അത്രയ്ക്കൊരു വിനയം വേണം. അല്ല, അതാണ് കഴിവ്, പിന്നീട് ഞാൻ തെളിച്ചല്ലോ, അത് വേറെ കാര്യം. അതല്ല, പക്ഷെ ആദ്യത്തെ ഒരു അസിസ്റ്റ് ചെയ്തൊരു 5 വർഷം ഭയങ്കര ഈ പറഞ്ഞ ഒരു ഷെയർഡ് ഓഫ് ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ത്യൻ പ്രണയകഥ എന്നുള്ള സിനിമ കഴിഞ്ഞപ്പോഴാണ് അത് മാറി തുടങ്ങിയത്. കാരണം അതുകൊണ്ട് പേടിച്ചിട്ടൊന്നും കിട്ടാനില്ലെന്ന് മനസ്സിലായി. എനിക്ക് ഫസ്റ്റ് പടം അസിസ്റ്റ് ചെയ്തിട്ട് ക്ലിനിക്കൽ ഡിപ്രഷൻ വന്നു. അന്ന് വിഷാദരോഗം ഇത്ര ഫേമസ് അല്ല. പ്രോപ്പറായിട്ട് ആദ്യ സിനിമ കഴിഞ്ഞോടെ ഞാൻ ക്ലിനിക്കലി ഡോക്ടർ ചികിത്സിക്കേണ്ട അത്രയുള്ള വിഷാദരോഗത്തിലൂടെ പോയിട്ടുണ്ട്, മരുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡിപ്രഷൻ കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരു ധൈര്യമുണ്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ പനി വരുമ്പോൾ ഒരു ക്രോസിൻ കഴിക്കുന്ന പോലെയുള്ളൂ ഈ ആൻറ്റി ഡിപ്രഷൻ സാധനം കഴിയും. അത് കഴിച്ചുകൊണ്ടാണ് എൻ്റെ അസുഖം മാറിയത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വേറൊരു കണ്ണ് തുറന്ന പോലെയാണ്, പിന്നെ ലോകം തിരിച്ചു വന്ന പോലെയാണ്. അവിടെ നിന്നാണ് എനിക്ക് ഇന്ത്യൻ പ്രണയകഥ എന്നുള്ള സിനിമ
ആ സിനിമ കഴിഞ്ഞപ്പോൾ ഒരു നല്ല അസിസ്റ്റൻ്റ് ആവാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ടായി. പിന്നെ അച്ഛൻ്റെ ആ ഷാഡോ പേടി ഉണ്ടായിട്ടില്ല. ഞാൻ പ്രകാശം കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹം വന്നു, സ്വന്തമായിട്ട് ചെയ്യാം. അതുവരെ അപ്പോഴും എനിക്ക് അസിസ്റ്റ് ചെയ്യുന്നല്ലാതെ സ്വന്തമായിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കഴിവ് പോലും എനിക്ക് തോന്നിയില്ല. പക്ഷേ ആഫ്റ്റർ ഞാൻ പ്രകാശനൊരു ധൈര്യം കിട്ടി. അപ്പോൾ പിന്നെ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ അച്ഛൻ്റെ ആ ഒരു പേടി എനിക്കും അനൂപിനും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ്. സത്യനന്ദി കണ്ട മകൻ്റെ സിനിമയാണ് ഇഷ്ടമാവോ, അതൊന്നും ഒരു ഫാക്ടറല്ല. ഞാൻ ചെയ്യുന്നത് എനിക്കും അച്ഛനും ഇഷ്ടമാവുന്ന സിനിമ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഭയത്തിനേക്കാളും സിനിമ ഉണ്ടാക്കാനുള്ള ആഗ്രഹമാണ് ഇപ്പോൾ കൂടുതലും. ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ, ഈ സാധാരണഗതിയിൽ മലയാളികളൊന്നും ആരോ പറഞ്ഞു, എനിക്കിങ്ങനെ മൂഡ് ഓഫ് ആകുമ്പോഴും ഡിപ്രഷൻ വരുമ്പോഴും സാറിൻ്റെ സിനിമ കണ്ടിട്ടാണെന്ന്. അപ്പോൾ അവിടെ വീട്ടിൽ തന്നെ ഒരാൾക്ക് ഡിപ്രഷൻ വന്നു എന്നുള്ളതാണ് അതിൻ്റെ തമാശ. അപ്പോൾ ഞാൻ പറയുന്നത് അച്ഛൻ്റെ സിനിമയിൽ ഒരിക്കലും ഒരു മദ്യപാന രംഗങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രംഗങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു നല്ല ഒരു അപ്പം നിങ്ങൾ പുതിയ ജനറേഷനിൽ ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടോ അത് സിനിമ ഉണ്ടാക്കുമ്പം? ഇല്ല, അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എനിക്കും അനൂപിനും അച്ഛൻ്റെ ഒരു ഓസ്മോസിസ് വഴി കിട്ടിയിട്ടുള്ള ഗുണങ്ങളായിരിക്കും അത്. ഇപ്പോൾ ഞാൻ മദ്യപിക്കാറില്ല, സിഗരറ്റ് വലിക്കാറില്ല, പക്ഷേ ചെയ്യുന്നവരുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് എൻ്റെ സ്വാഭാവിക ചിന്തകളിലും ശീലങ്ങളിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുമ്പോൾ എനിക്ക് അങ്ങനെ സീൻ എഴുതാൻ പറ്റില്ല. കുടിക്കുന്നവർക്കും അതൊരു ലൈഫിൻ്റെ ഭാഗമാകുന്നവർക്ക് അതുകൊണ്ട് രസമുള്ള സിനിമ, മനോഹരമായ സീൻസ് എഴുതാൻ പറ്റും. എനിക്കത് പറ്റില്ല, കാരണം നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അച്ഛനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സിനിമകളിൽ സ്മോക്കിംഗ് കാർഡോ, കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാനുള്ള അതിലുപരി പറക്കിയെടുക്കുകയാണ്, ലൈഫിലെ എലമെൻറ്റ്സ് പറക്കിയെടുത്താണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ഛനും അങ്ങനെ തന്നെയാണ്, ശ്രീനേങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമ എന്നുള്ളത് അച്ഛൻ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡാണ്, ലൈഫ് സ്റ്റാൻഡേർഡാണ് നമ്മൾ സിനിമയിൽ കൂടെ കാണിക്കുന്നത്. അത് വളരെ അനായാസമായിട്ട് വരുന്നതാണ്, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് മാത്രം. അതാണ് പറഞ്ഞത്, കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അതാണ് അച്ഛൻ പറഞ്ഞു തന്നത് അല്ലേ? അത് നിങ്ങൾ പറഞ്ഞു തന്നായിരിക്കില്ല, അത് ജീവിതശൈലി ആയതുകൊണ്ടാണ്, ജീവിതശൈലി അതായതുകൊണ്ടാണ്. അമ്മ ഭയങ്കര ജീവിതശൈലി രോഗമാണത്. അതെ അതെ, അമ്മ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മളൊരു എന്തെങ്കിലും നല്ല സാധനം വാങ്ങിക്കുമ്പോഴോ അമ്മ എന്തിനാണ് ഇത്ര പൈസ കളയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ എപ്പോഴും ഞാൻ അമ്മയുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദറിന് പോയി. അവർ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാനപ്പോൾ തന്നെ കാറിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇതിൻ്റെ കാറ് നടന്നു പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ പുറകെ നടന്ന് പോയി ഇങ്ങോട്ട്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാനും അനൂപും കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് നടന്നിട്ടാണ്. കാരണം അമ്മ എപ്പോഴും നടക്കുമായിരുന്നു. ഒരു 4 കിലോമീറ്ററൊക്കെ നടന്നു പോകും, 2 കിലോമീറ്ററൊക്കെ. ഓട്ടോ പോലും അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്തിക്കാട് വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി ഷോർട്ട് കട്ട് അമ്മയുടെ പുറകെ പോകുന്ന പല പല പറമ്പിൻ വീടുകളുടെ പുറകിലൂടെ പോകുന്നൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോഴും അമ്മ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം എനിക്കും അനൂപിനും KSRTCയിൽ വിൻഡോ സീറ്റ് ഇരുന്ന് പോയാലും ഒരു ലക്ഷറി ഹോട്ടലിൽ ഇരുന്നാലും സെയിം സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ അമ്മ തന്നിട്ടുള്ള ഒരു റൂട്ട് എലമെൻ്റ് ഉണ്ട്. അതാണ് സ്ഥായിയായിട്ട്. അച്ഛൻ ഇത്രയും കാലം എന്തുകൊണ്ട് 50 വർഷത്തോളമായിട്ട് സിനിമ ചെയ്യുന്നു, സക്സസ്ഫുൾ ആയിരിക്കുന്നു, സാമ്പത്തികമായിട്ട് ഭാഗ്യത്തിന് വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു എന്നുള്ള മെയിൻ റീസൺ അച്ഛൻ്റെ ലൈഫ് സ്റ്റൈൽ അച്ഛൻ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആൾക്കാർ ഒരു പടം ഹിറ്റാകുമ്പോഴേക്കും വൻ കാറുകളും എല്ലാം വാങ്ങിച്ചു കൂട്ടുന്നേക്കാളും അച്ഛൻ അത് അമ്മേനെ ഏൽപ്പിക്കാറുണ്ട്. അമ്മ അത് ഒരു സിനിമ ഇല്ലാത്ത കാലത്തേക്ക് പോലും സൂക്ഷിക്കാനായിട്ട് അമ്മ പോസ്റ്റ് ഓഫീസിലും അവിടെയൊക്കെ ആയിട്ട് വെച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇത്രയും കാലം നമ്മൾ സർവൈവ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടറിയാതെ. പിന്നെ നാട്ടിൽ ജീവിച്ചു, അന്തിക്കാട് ജീവിച്ചു എന്നുള്ളതും വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഹാപ്പി പ്ലേസ് അന്തിക്കാടാണ്. ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ്, എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലായതുകൊണ്ട് അവിടെ. പക്ഷേ ഞാൻ എല്ലാ മാസവും വരും. സർവമായ മുഴുവൻ എഴുതിയത് അന്തിക്കാട് ഇരുന്നിട്ടാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്തിക്കാട് സീൻ എഴുതിയിട്ട് ഞാൻ നീന്താൻ പോവും. അന്തിക്കാട് കുളമുണ്ട്, വീട്ടിനകത്ത് തന്നെ കുളമുണ്ട്, നാടൻ കുളം. അപ്പോൾ എനിക്ക് അന്തിക്കാട് വീട്ടിലിരുന്ന് എഴുതിയതിൻ്റെ ഗുണം സർവമായിക്കുണ്ട്. ഇതിലൊരു ഫൈറ്റ് സീനുണ്ട് സർവമായിൽ, നിവിൻ്റെ ഒരു ആക്ഷൻ സീനുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കുഞ്ചൻ നമ്പ്യാരുടെ ഇത് കേൾക്കാം, നോക്കടാ നമ്മുടെ. ആ സീൻ എഴുതുമ്പോൾ ഞാനത് ആഗ്രഹമുണ്ട്, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈറ്റ് എങ്ങനെ ക്ലീശ മാറ്റാം, പുറകിൽ ഉത്സവം കഴിഞ്ഞ ഒരു ആംബിയൻസ്, അത് എഴുതുമ്പോൾ ഓട്ടംതുള്ളലിൻ്റെ ശബ്ദം കേട്ടു ദൂരെ നിന്ന്. അത് ദൈവം ഉണ്ടെന്ന് തോന്നുന്ന മൊമെൻ്റാണ് പലപ്പോഴും. ദൈവം ഉണ്ടോ ദൈവമേ ആലോചിച്ച് പോകുന്നതാണ്. അപ്പോൾ അതെല്ലാം എനിക്ക് സർവമായ എന്ന് ഓർക്കുമ്പോൾ ആദ്യം വരുന്നത് അന്തിക്കാടുള്ള എൻ്റെ മുറിയും അമ്മയുടെ ഭക്ഷണവും നീന്തലുമാണ്. ഇതിൽ അനൂപും അഖിലിനും ഒരു ബ്രദർ കൂടിയുണ്ട്, അരുൺ. സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ല, ഇതിന് പെയിൻറ്റിൻ്റെ
പെയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ കോഴിക്കോടാണ് താമസം, തൃശ്ശൂരാണെങ്കിൽ ഞാൻ ബസ്സിൽ പോകുമ്പം ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ദാ സത്യനന്ദിക്കാടിൻ്റെ മോനായിട്ടാണ് ഇരിക്കുന്നത്, ബസ് കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ അയാൾക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. വേറൊന്ന്, ഈ സിനിമ സാധാരണഗതിയിൽ നമ്മൾ ഒരു മേഖലയിൽ പ്രത്യേകിച്ചും ഇത്രയും സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില മേഖല, രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും, അപ്പം നമ്മൾക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അതിൽ സർവൈവ് ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ അതിലേക്ക് തള്ളിയിടില്ല, അല്ലെങ്കിൽ വീഴുമ്പോൾ പറയും മോനെ ഇത് കുറച്ച് കുഴപ്പം പിടിച്ച കടലാണെന്ന്. എന്തുകൊണ്ടാണ് വിപ്രോയിൽ നിന്നുള്ള ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും വരുമ്പോൾ അച്ഛൻ എന്താണ് അതിനെ എതിർത്തിരുന്നോ? അച്ഛൻ അച്ഛനറിയാലോ ഇവിടുത്തെ കാര്യങ്ങളും കുഴപ്പങ്ങളും ഒക്കെ, എന്താ പറഞ്ഞിരുന്നത്? ആദ്യം അനൂപാണ് അത് ബ്രേക്ക് ചെയ്ത്. അനൂപ് NID എന്നുള്ള വലിയൊരു കോളേജിൽ അനൂപിന് അഡ്മിഷൻ കിട്ടി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈൻ എന്നുള്ളത്. അനൂപ് വരയ്ക്കുമായിരുന്നു. അപ്പോൾ എത്രയോ 10,000-4,000 പേര് എഴുതിയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റിൽ നിന്ന് അഹമ്മദാബാദുള്ള കോളേജിലേക്ക് 15 പേരിൽ അനൂപ് ഉണ്ടായിരുന്നു, ഇന്ത്യയിലത്തെ 15 പേരിൽ. അതാണ് ഫസ്റ്റ് ബ്രേക്ക് ത്രൂ. അത് കഴിഞ്ഞപ്പോൾ അച്ഛന് ന്യൂമാർക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് സംശയം തോന്നി തുടങ്ങി. അതാണ് അനൂപാണ് ആദ്യം പോയത്. പുറകിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവില്ല. എന്നാൽ അപ്പോഴും ഞാനൊന്നും എഴുതാറില്ല. ആകെയുള്ളത് പണ്ട് വായിക്കുമായിരുന്നു. അച്ഛൻ നമുക്ക് ബഷീറിൻ്റെയും MTയുടെയും 10ാം ക്ലാസ് വരെയുള്ള വായനയാണ് നമുക്ക് ആകെയുള്ള ഒരു മുതൽക്കൂട്ട്. വേറെ ഒന്നും ഒരു കഴിവുമില്ല. അപ്പോൾ പക്ഷേ ആഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹം മാത്രം മുതൽക്കൂട്ടായിട്ട് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അനൂപ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇരിപ്പുറക്കാതായി വിപ്രോയിൽ. കാരണം 2 വർഷത്തെ ബോണ്ട് പീരീഡ് തീരുന്ന അതേ ദിവസം, ഓഗസ്റ്റ് 9 ആ ദിവസം, ഓഗസ്റ്റ് 9 ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ അച്ഛൻ അന്ന് നോക്കിയത് സ്വന്തം മകൻ ഈ ഹാപ്പി ആയിട്ടൊരു ജോലി ചെയ്യുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ നീ ട്രൈ ചെയ്ത് നോക്കൂ, അതല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ നോക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ അന്ന് ഓർത്തത് IT ലൈഫ്. ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പൈസ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, ലൈഫ് സെറ്റിലാവും. പക്ഷേ അകത്ത് നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആയിരിക്കാം അച്ഛനെ ആദ്യം പ്രേരിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് സിനിമ ഈ പറഞ്ഞ പോലെ സംഭവിച്ചല്ലോ. ഞാൻ വീട്ടിലാകെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അച്ഛനാണ് പറഞ്ഞത് നീ ഒരു സിനിമ കൂടി വർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇനിയില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഫുൾ ചമ്മലാണ്. കാരണം ആ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്ത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്രയും ഡിപ്രഷൻ്റെ പീക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഡിപ്രഷൻ്റെ പീക്ക് ഇല്യൂഷനാണ്. ട്രീറ്റ് ചെയ്യാത്ത ഡിപ്രഷൻ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇല്യൂഷനായിട്ട് മാറും. ആൾക്കാർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. സൂയിസൈഡ് എങ്ങനെ സംഭവിക്കും എന്നുള്ള പോയിന്റ് ഞാൻ കാണാൻ പറ്റി. എനിക്ക് പേടിയുള്ളതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നത്. കാരണം അത് 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 അപ്പോഴാണ് ഒരു ഡോക്ടറെ കാണുന്നതും മെഡിസിൻ കഴിക്കുന്നതിൻ്റെ ഗുണം. ഈ പൊട്ടന്മാർക്ക് ആദ്യം ചെയ്തിരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു കുറേ പേര്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലിരുന്നപ്പോൾ അച്ഛനാണ് പറഞ്ഞത് ഒരു പടത്തിൽ വർക്ക് ചെയ്യണം, പിന്നെ നീ എന്തുകൊണ്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ എന്നെ റീകോൾ ചെയ്തത് അച്ഛനാണ്. അതാണ് സ്നേഹവീട് എന്നുള്ള സിനിമ. സ്നേഹവീട് അതിനകത്ത് ഞാൻ അസിസ്റ്റ് ചെയ്തു, മോഹൻലാൽ സാറിൻ്റെ കൂടെയായിരുന്നു. അതാണ് എനിക്കൊരു ഒന്നത് മോഹൻലാൽ അച്ഛൻ. അവിടെയാണ് ഈ 2 സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നത് കണ്ടുള്ള ഒരു കൊതി കാണുന്നത്. ഇപ്പോൾ നിവിനായിട്ട് എനിക്ക് കിട്ടുന്നുള്ളൊരു കംഫേർട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സ്നേഹവീടിലാണ്. അച്ഛൻ നമ്മുടെ വീട്ടിൽ കാണുന്ന അച്ഛനെ അല്ല, ലാൽ സാറിൻ്റെ കൂടെ ലാലു വാ എന്ന് പറഞ്ഞ് കുട്ടിക്കളി കളിക്കുന്ന അച്ഛനാണ്. അപ്പോൾ ഇത്രയും സൗഹൃദം കൊണ്ടാണ് ഇവർ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ സിനിമ ഒരു കാരണം മാത്രമാണ്, കൂടെ ഇരിക്കാനുള്ള കാരണം മാത്രമായി മാറുന്ന അവസ്ഥയാണ് അച്ഛനും ലാൽ സാറും ഒന്നിക്കുമ്പോൾ. അത് തന്നെയാണ് എനിക്ക് സർവ്വമായാലും. ഞാനും നിവിനും ഇപ്പോൾ ഇന്നാൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല സിനിമ എടുത്തത്, സീൻസ് എടുത്തൊക്കെ ചിലത്, അല്ലാതെ എങ്ങനെയാണിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞത് പറയുമ്പോൾ പാലക്കാട്, കൊച്ചി, ബോംബെ ഇവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ കാലം ഓർമ്മയില്ല, ചിരികൾ മാത്രം ഓർമ്മയുള്ളൂ, സന്തോഷം ഓർമ്മയുള്ളൂ. അൾട്ടിമേറ്റ്ലി അത് തിയേറ്ററിൽ റിസൾട്ടായി മാറി. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞ സ്നേഹയുടെ മുതൽ ഉള്ള യാത്രയിൽ പിന്നെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഷാർപ്പാണ് അച്ഛൻ. കാരണം അച്ഛൻ ഫിലിം കാലം മുതലുള്ള അച്ഛൻ വളരെ ഫേമസ് ആയിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. സ്പീഡ് വേണം, പിന്നെ ടെക്നോളജിയിൽ അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും സ്പോട്ട് എഡിറ്റ് യൂസ് ചെയ്യില്ല, സ്പോട്ട് എഡിറ്റ് ഇല്ല, പേപ്പറും പേനയാണ് തന്നെയാണ് മെയിൻ. അപ്പോൾ ഇപ്പോഴും എൻ്റെ അസിസ്റ്റൻസ് പോലും പേപ്പറും പേനയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്പോട്ട് എഡിറ്റ് ഇല്ല. ഗുണം എന്ന് പറയുന്നത് എഡിറ്റ് അറിയാതെ ഈ പണിക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ഡയറക്ടർ എഡിറ്റർ ആവണം എന്നുള്ള ചിന്ത ആദ്യമായിട്ട് തന്നത് അച്ഛനാണ്. അച്ഛൻ കൈകൊണ്ട് ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യില്ലെങ്കിലും ഞാനും അനൂപ് എഡിറ്റ് ചെയ്യും. പക്ഷേ അച്ഛൻ മനസ്സിനകത്ത് എഡിറ്റ് ചെയ്തിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പല പടങ്ങളും സംവിധാനം സത്യനന്ദിക്കാട് നിന്ന് കാണുമല്ലോ ആൾക്കാർ. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ ഒരു റൈറ്റർ ഇല്ലായിരുന്നെങ്കിൽ ഇയാളില്ലല്ലോ, ഈ ഒരു കോമ്പിനേഷൻ ഇല്ലെങ്കിലല്ലോ. അതൊക്കെ നല്ലതാണെങ്കിലും അച്ഛൻ എഴുതിയ എത്രയോ സീനുകൾ നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള 80s 90s പടങ്ങളിൽ റൈറ്റർ വേറെ ആണെങ്കിലും അച്ഛൻ എഴുതിയ കുറേ സീനുകളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ സീൻ എഴുതുന്നത്. അപ്പോൾ ഒരു റൈറ്റർ, എഡിറ്റർ, ഡയറക്ടറാണ് സത്യനന്ദിക്കാട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമാണ് എഡിറ്റ് ചെയ്യാനും
എൻ്റെ ഡയറക്ഷൻ തീരുന്നത് എഡിറ്റിങ്ങിലാണ്. അതിൻ്റെ ഒക്കെ ഉള്ളൊരു റൂട്ട് കോസ് അച്ഛൻ്റെ ശീലം തന്നെയാണ്. അഖിലിൻ്റെ അമ്മയെ എനിക്കും അറിയാം. അമ്മ ഈ ഒരു തീരുമാനത്തിന് എങ്ങനെയാണ് കണ്ടിരുന്നത്? അമ്മയ്ക്ക് ഇപ്പോഴും വലിയൊരു വിശ്വാസം. അമ്മ ഇപ്പോഴും ഒരു കാലം വരെ PSC ഫോം സൂക്ഷിച്ചൊക്കെയായിരുന്നു. അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാർ ജോലിയാണ് അമ്മയ്ക്ക് ഭയങ്കര സർക്കാർ ജോലി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മക്കളും അങ്ങനെ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. വിപ്രോന്ന് രാജിവെച്ച് സിനിമ വർക്ക് ചെയ്യുമ്പോഴും അമ്മ ഏതെങ്കിലും ഗവൺമെൻറ് ജോലിക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അമ്മ അത് നോട്ട് ചെയ്തൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ജോലി ആസ്വദിക്കുന്നത് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അമ്മ പുറത്ത് എക്സ്പ്രസ് ചെയ്യില്ലെങ്കിലും അമ്മ ഒന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല. സർവമായ കണ്ടാലും അമ്മ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, അത്രയും ഒറ്റ വാക്കൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്കൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെന്തോ അച്ഛൻ പറയുന്നുണ്ട്, പ്രിയനങ്കളുടെ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇത്രയും വർഷം സർക്കാർ ജോലി ചെയ്താൽ എത്ര പൈസയായിരിക്കും, അതിൻ്റെ 10 ഇരട്ടി ഞാൻ തരാം. അപ്പോൾ അമ്മമാർ അങ്ങനെയാണ്. അപ്പോൾ എനിക്കങ്ങനെ പറയാറായിട്ടില്ലെങ്കിലും സാമ്പത്തിക സുരക്ഷിതത്വം സിനിമയിലൂടെ കിട്ടുന്ന അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഞാൻ പറയുന്നത്, ആദ്യം പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു 5 വർഷത്തെ ഇൻക്ലൂഡിങ് കോവിഡ് ഒരു ഭയങ്കര ബ്ലോക്ക് ഉണ്ടായി. 3 വർഷം. അപ്പോൾ അതിനൊരു പല കാരണങ്ങളുണ്ട്. കാരണങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള യാത്രയെ നിങ്ങൾ ആശങ്കപ്പെട്ടിരുന്നോ? പാച്ചു എനിക്ക് തോന്നുന്നു ഒരു സിനിമ തരുന്ന ധൈര്യമുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര യാത്രയാണ്. കാരണം പാച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഷോട്ട് ആക്ഷൻ പറയുമ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ അവൻ്റെ LKG സ്കൂൾ യൂണിഫോം വാങ്ങിച്ചു. അത്രയും കാലം ആണ്. അതായത് അതേ സിനിമ റിലീസ് ചെയ്യുമ്പോൾ എൻ്റെ മകൻ സ്കൂളിലാണ്, അന്ന് അവൻ ജനിച്ചിട്ടില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ ജനിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിനിമ എനിക്കതൊരു അനാവശ്യ ധൈര്യമാണ്. ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇത് നല്ലതേ സംഭവിക്കുമെന്നൊരു ചിന്ത എനിക്ക് വന്നുകൊണ്ടിരിക്കും. അത് എഴുതുമ്പോൾ കിട്ടുന്നതായിരിക്കാം. ഈ സിനിമ പറയപ്പെടേണ്ടതാണ്, എത്തേണ്ടതാണെന്നുള്ള ധൈര്യം എപ്പോഴും കൂടെ ഉണ്ടാവും. അതാണ് പാച്ചു ഷൂട്ടിൽ നിന്ന് 1.5 വർഷം കഴിഞ്ഞ് പിന്നെ ഫഹദ് ഫേമസ് ആയി. ഫഹദ് ഭയങ്കര തിരക്കേറിയ താരമായി മാറി. എനിക്ക് തോന്നുന്നു ഫഹദ് പാച്ചു ഷൂട്ട് നിർത്തിയിട്ട് ഫഹദ് 5 or 6 സിനിമ ചെയ്തു. പിന്നെയാണ് പാച്ചുലേക്ക് വരുന്നത്. അപ്പോഴും പക്ഷേ എനിക്ക് ഈ സിനിമ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. സർവമായാലും അങ്ങനെയാണ്. ശരിക്കും ഞാനും നിവിനും 1 വർഷത്തോളം ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങൾ വഴക്കിട്ടിട്ടുണ്ട് ഈ സിനിമയെ പറ്റി പറഞ്ഞിട്ട്. പക്ഷേ ഇവഞ്ച്വലി ഈ സിനിമ എത്തേണ്ടതാണെന്നൊരു ചിന്ത, ഒരു അനാവശ്യ ധൈര്യം, ആ ധൈര്യം തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫിലിം മേക്കർക്ക് വേണ്ടത്. അത് തന്നെയാണ്. കാരണം വൺസ് നമുക്കൊരു 100,000 കഥ ആലോചിച്ചാണ് ഒരു കഥയിലേക്ക് എത്തുന്നത്. പല കഥ ആലോചിക്കും. പക്ഷേ ഈ കഥ സ്പോട്ട് ഓൺ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് തിയേറ്ററിൽ കാണാതെ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ ആ യാത്രയിൽ ബാക്കി ഒരു വിഷമവും നമ്മൾ അറിയില്ല. അത്രയേ ഉള്ളൂ. ഈ ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ കുറച്ചും കൂടി ഒരു വേറെ തരത്തിലാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ എഴുതുമ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രോപ്പർ എൻഡിങ് ഒക്കെ, അതൊരു സ്റ്റൈലുണ്ട് പുള്ളിക്ക്, ഒരു മെസ്സേജ് ഗിവിങ് ഉണ്ട്, അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ ഒരു വീട്ടിൽ 3 പേര് എഴുതുകയാണ്. ആ വീടിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. 3 പേര് അവിടെ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുകയാണ്. അപ്പോൾ ഈ നിങ്ങളിരുന്ന് എഴുതുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഇതിലുണ്ടാവരുത്, കാരണം ഇത് സത്യനന്ദിക്കാട് പടം പോലെ എന്ന് പറയരുത്, അങ്ങനെ നിങ്ങൾ മാറ്റി നിർത്താറുണ്ടോ? ഇന്ന കാര്യങ്ങൾ ഇതിലുണ്ടാവരുത്, കാരണം അച്ഛൻ്റേതായ ചില കാര്യങ്ങൾ അങ്ങനെ നോക്കാറുണ്ടോ? കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി? ഇതുവരെ അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ അകത്തൊരു കള്ളത്തരമുള്ളതുകൊണ്ട് നമ്മളത് മിണ്ടാതിരിക്കും. പക്ഷേ ഞാൻ ഞാനൊരു ഷെർലക് ഹോംസിൻ്റെ ഒരു ഫീമെയിൽ വേർഷൻ കഥ ആലോചിച്ചിട്ടുണ്ട്. അതിൽ കുറേ നോൺ സത്യനന്ദിക്കാട് സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്കത് വൃത്തിയായിട്ട് പറയാൻ അറിയുന്നൊരു ധൈര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധിക്കപ്പുറത്തേക്ക് അച്ഛൻ ഷെയ്ഡ് നമ്മൾ ചിന്തിക്കില്ല. ഒരു കഥ ആലോചിക്കുമ്പോൾ ഞാനിപ്പോൾ ഉണ്ണിവാരെ കണ്ടു. ഉണ്ണിയേട്ടനാണ് നമ്മൾ കഥ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ആൾ. അപ്പോൾ വൺസ് നമ്മളൊരു കഥയിൽ കയറി കഴിഞ്ഞാൽ ആ ലോകത്താണ്, ആ കഥാലോകത്താണ്. അപ്പോൾ അച്ഛന് വിഷമാവുന്നൊന്നും ചിന്തിക്കാറില്ല. ആ സമയത്ത് ആ ക്യാരക്ടേഴ്സിന് എന്ത് കൊടുക്കാൻ പറ്റുന്നോ അത് ചിന്തിക്കുന്നുള്ളൂ. ഒരു പരിധിക്കപ്പുറത്തേക്ക് അച്ഛൻ സിൻഡ്രോം അങ്ങനെ ഇല്ല. ഈ അഖിലിൻ്റെ ഒരു വായനയും അല്ലെങ്കിൽ എഴുത്ത് അങ്ങനെയുള്ളൊരു ലോകത്തിനെ പറ്റി അറിയാൻ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും. വായന വളരെ കുറവാണ്. അതായത് 10ാം ക്ലാസ് വരെ വായിച്ചിട്ടുണ്ട്. അച്ഛനാണ് ബഷീർ കഥകളൊക്കെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ബഷീറിൻ്റെയാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് അനൂപിനും. എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് സെക്കൻഡ് ലാംഗ്വേജിൽ പാത്തുമ്മയുടെ ആടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളത് വായിച്ചു തീർത്തിട്ടുണ്ട് കൊതികൊണ്ട്. MTയുടെ ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ തന്ന പുസ്തകങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഘോഷയാത്ര പോലെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്.
ഊഞ്ഞാൽ എന്നുള്ള ഒരു വലിയ നോവൽ വായിച്ചു തീർത്തിട്ടുണ്ട്, വിലാസിനിയുടെ. വിലാസിനിയുടെ. അത് ഇതൊക്കെ എനിക്ക് +2 വരെയാണ്. പിന്നെ അങ്ങോട്ട് ഈ ഫോൺ വന്നതും നമ്മളുടെ ശ്രദ്ധ വായനയിൽ നിന്ന് മാറിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അത് പക്ഷെ അതിനകത്ത് വായിക്കാൻ, ഫോണിനകത്തും നമ്മൾ ചില കാര്യങ്ങൾ വായിക്കാൻ നോക്കാറുണ്ട്. ഈ അടുത്തായിട്ട് ഇംഗ്ലീഷ് ബുക്സ് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം പണ്ട് ഭാഷ അറിയാത്തതുകൊണ്ട് ഒരു 20 വയസ്സ് വരെ വായിച്ചിരുന്നില്ല. പിന്നെ എഫേർട്ട് എടുത്തിട്ട് കുറച്ച് അന്ന് വായിക്കാത്ത കുറേ ഇംഗ്ലീഷ് ബുക്സ് ഇപ്പോൾ പതുക്കെ പതുക്കെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് ഈ ഇൻസ്റ്റാഗ്രാം അഡിക്ഷൻ കൂടി നമ്മളിത് തിന്ന് തുടങ്ങി എന്നുള്ള പോയിന്റിൽ ഞാൻ കഴിഞ്ഞ വർഷം ദ കോവനന്റ് ഓഫ് വാട്ടർ എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്. അത് 750 പേജുള്ള പുസ്തകമാണ്. അത് പക്ഷേ അതെനിക്ക് ഭയങ്കര ധൈര്യമായി. കാരണം ഇത്രയും ഫോൺ അഡിക്ഷൻ ഉള്ള സമയത്ത് ആ പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റി എന്നുള്ളൊരു. അപ്പോൾ വായന എനിക്ക് തോന്നുന്നു ഇപ്പോഴും പറയാനുള്ളത് അത് തിരിച്ചു പോവില്ല. നമുക്ക് എനി ടൈം നീന്തൽ പോലെയാണ് വായന. നീന്തുമ്പോൾ നമ്മൾ വെള്ളത്തിൽ വേണം നീന്തിപ്പോവില്ല. അതുപോലെ നല്ലൊരു പുസ്തകം കിട്ടിയാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞും തിരിച്ചു വരാൻ പറ്റും. ഇപ്പോഴും ഞാനൊരു പുസ്തകം വായിക്കുന്നുണ്ട്. ഞാൻ അരുന്ധതി റോയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പുറംചട്ടയിൽ എഴുതിയിട്ടുള്ള വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. ഷീസ് മൈ സ്റ്റോം ആൻഡ് മൈ ഷെൽട്ടർ എന്നുള്ള സാധനം. അപ്പോൾ അത് ഇപ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത് അന്ന് വായിക്കാൻ പറ്റാതിരുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. ആ വായന ഒരു സിനിമ എഴുത്തിന് ഗുണകരമാവാറുണ്ടോ? പിന്നെ വായന അല്ലാതെ ഇതിന് വേറെ വഴിയില്ല. എഴുത്തിന് വായിക്കാതെ എഴുതുന്നവർക്ക് സ്വാഭാവിക ഭാഷയിൽ എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷേ വായന തരുന്ന അത് ഒരു പെട്രോളാണ്. ഒരു വണ്ടിക്ക് പെട്രോൾ എന്ന് പറയുന്ന പോലെയാണ്. ഒരു സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു റൈറ്റപ്പ് ഉണ്ട്, ഇഫ് യു വാണ്ട് ടു ബിക്കം എ റൈറ്റർ, റീഡിങ് അല്ലാതെ വേറെ വഴിയില്ല അതിന്. ബാക്കി ഒരു പുസ്തകം എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ പല ജീവിതം അനുഭവിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാക്കുന്ന അവിടെ ഇവിടെയുള്ള കുഞ്ഞു പാക്കറ്റ്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സർവമായി എഴുതുമ്പോഴും പാച്ചു എഴുതുമ്പോഴും റിയൽ ലൈഫിലത്തെ കുറേ കാര്യങ്ങളും വായിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഹൈ ഉണ്ടല്ലോ. ചില സീൻ ഞാൻ ആക്ച്വലി നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഒരു നോട്ട് പുസ്തകം, എൻ്റെ പുസ്തകമുണ്ട്, അതിനകത്ത് ഞാൻ ഇഷ്ടമുള്ള വാക്കുകളൊക്കെ എഴുതി വെക്കുമായിരുന്നു. അതെടുക്കാൻ മറന്നുപോയി. അപ്പോൾ ശ്രീകാന്തേട്ടന് മുന്നിൽ നിൽക്കാൻ, പുള്ളി ഭയങ്കര വായനയുടെ ആളാണ്. അപ്പോൾ ആ ഒരു ശീലമാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ശീലം. എന്തെങ്കിലും ഒരു നല്ല വാക്ക് കണ്ടാൽ അത് എഴുതി വയ്ക്കും, നല്ല വരി കണ്ടാൽ എഴുതി വയ്ക്കും. അപ്പോൾ അത് പുതിയതായി ഇവനൊരു ഇൻസ്റ്റാഗ്രാം കോട്ടായ പോലെ എഴുതി വയ്ക്കാറുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് രസമുള്ള ഡയലോഗ്സ്, വേറെ ഡയലോഗ്സ്, അതായിട്ട് ഒരു ബന്ധമില്ലാത്ത ഡയലോഗ്സ് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ എ റഹ്മാൻ്റെ ഒരു കോട്ടുണ്ട്, പുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഗുഡ് മ്യൂസീഷ്യൻ, ലിസൺ ദ വൺസ് യു വാണ്ട് ടു ബിക്കം. അത് കേട്ട് ഇവഞ്ച്വലി നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കണ്ടും കാതും തുറന്നു വെക്കുക എന്നുള്ളതാണ്. ശരിക്കും അഖിൽ സത്യൻ ഒരു ജെൻസിയാണോ ഗ്രാമീണനാണോ? ലാബ്രഡോറോ? ജെൻസിയാണോ ഗ്രാമീണനാണോ? ഗ്രാമീണ മിക്സാണ്. ജെൻസി അല്ല, പക്ഷേ ഞാൻ ജെൻസികളെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റിയ പോലത്തെ കുട്ടി, റിയ ഞാൻ തമാശയ്ക്ക് പറയും ഇന്നസെൻ്റുകളുടെ പുതിയ വേർഷനാണ് റിയ എന്ന് പറയും. കാരണം അവളുടെ ബ്രെയിൻ ഡിസൈൻ ഭയങ്കര ക്വിക്കാണ്. നമ്മുടെ കാലത്തിനില്ലാത്തൊരു വേഗതയിലുള്ള ക്രിയേറ്റിവിറ്റി അവർക്കുണ്ട്. അപ്പോൾ ഞാൻ ജെൻസികളെ കുറിച്ച് ഭയങ്കരമായിട്ട്, ഇപ്പം എൻ്റെ മകന് 5 വയസ്സായി. ഇപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ, അതിൻ്റെ പേരെനിക്കറിയില്ല, പുതിയ എന്തോ ജെൻ ആൽഫയോ എന്തോ മറ്റോ ആണ്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് പറയുമ്പോൾ എല്ലാവരും പറയുമല്ലോ പുതിയ തലമുറയ്ക്ക് എന്താ, പക്ഷേ നല്ല ക്രിയേറ്റീവായിട്ടുള്ള തലമുറയാണ് പുതിയ തലമുറ. നമ്മളെക്കാളും വേഗതയിൽ ചിന്തിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഹ്യൂമർ ഉണ്ടാക്കുന്ന. ഞാൻ ആക്ച്വലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ജെൻസീനെ. പക്ഷേ ഇപ്പോൾ ഞാൻ അവരുടെ അത്യാവശ്യം ഫോളോ ചെയ്യാറുണ്ട്, ഞാൻ ഫാനാണ്. പക്ഷേ ടു ദ കോർ നമ്മളെപ്പോഴും ഗ്രാമീണനും. അതെ. ഈ സർവമായ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് തോട്ട് ഒന്ന് പറയൂ. ഫസ്റ്റ് എന്നോട് ഫഹദ് പറഞ്ഞു പാച്ചു ഷൂട്ടിംഗ് ഇനി നടക്കാൻ സാധ്യതയില്ല, കാരണം അന്ന് കോവിഡ് വന്ന് തുറന്ന സമയമാണ്. കുറുപ്പ് എന്നുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് പകുതി സീറ്റ് തുറന്നു വെച്ച് ആ സമയത്ത് മറ്റാണ് ഫഹദ് പറഞ്ഞത്, പാച്ചു ഇങ്ങനെ ഗോവയും ബോംബെയും ട്രെയിനും വലിയ സിനിമയാണ്, അത് ഇല്ലാതെ ചെറിയ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത് ഒരു ചെറിയ സിനിമ ചെയ്യാൻ. എനിക്ക് എപ്പോഴും വലിയ സിനിമ ചെയ്യുന്ന ഒരു സ്കെയിൽഡ് അപ്പ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ട് ആ സമയത്താണ് അമ്മ എന്നോട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്. അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ തൊട്ടടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ എനിക്ക് പ്രസാദം തന്ന പയ്യൻ എനിക്കെന്നെ ഓർമ്മയുണ്ട്. അവൻ കോളേജിൽ ജൂനിയർ ആയിരുന്നു, അവൻ SFI ആയിരുന്നു, ഭയങ്കര തീപ്പൊരി. അവൻ കൊടുത്ത ഒരു ₹1 കോയിൻ കണ്ടക്ടർ വലിച്ചെറിഞ്ഞു ബസ്സിൽ. അന്ന് അവൻ ഷൗട്ട് ചെയ്യുന്ന എനിക്ക് ഓർമ്മയുണ്ട് കണ്ടക്ടറോട്. തീപ്പൊരി ആയിട്ടുള്ള ഏത്തിസ്റ്റും കമ്മ്യൂണിസ്റ്റുമാണ്. ആഫ്റ്റർ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം അവനാണ് എനിക്ക് താടി വെച്ചിട്ട്
പ്രസാദം തരുന്നത്. ഞാൻ എടാ നീയാ എന്ന് പറയുന്നതാണ്. അപ്പോൾ രസമല്ലേ, ബിസിനസ് അല്ലേ. അപ്പോൾ അതാണ് ഒരു ഏത്തിസ്റ്റ് നമ്പൂതിരി ഗതികേട് കൊണ്ട് പൂജാരിയെ മാറിയാൽ എന്തുണ്ടാവും എന്നുള്ളതാണ് ഫസ്റ്റ് തോട്ട്. പിന്നെ നീലവെളിച്ചം എന്നുള്ള കഥ ഇഷ്ടമാണ്. അതാണ് ഇപ്പോൾ ഈ പറയുന്ന വിസ്മയത്തുമ്പത്തായാലും എല്ലാത്തിൻ്റെയും ഒറിജിൻ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഫ്രഞ്ച് നോവലുണ്ട്. അതൊക്കെ ശരിക്കും ഒരു ക്യൂട്ട് ഗോസ്റ്റ് മീറ്റ്സ് എ സ്ട്രഗിളിങ് ഹീറോ എന്നുള്ളൊരു കോമൺ പാറ്റേൺ ഉണ്ട്. അത് പല പല സിനിമകളിലുണ്ട്. അപ്പോൾ എന്താ പറയുക, ആക്ഷൻ പടം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ജോണറാണത്. അപ്പോൾ അതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ പ്രേതം വേണം, പ്രേതം വന്നാൽ കൊള്ളാൻ തോന്നി. ആ പ്രേതം നമ്മളെപ്പോലെ ആയാലോ എന്നാണ്. എനിക്ക് ഞാൻ പ്രേതമാണെങ്കിൽ എനിക്ക് വേറെ പ്രേതത്തിനെ പേടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആണ് റെഫറൻസ് മോഡൽ. അപ്പോൾ ഒരു അച്ഛന് രാത്രി പേടിയാണ്, അച്ഛനെ പേടിയാണ്. രാത്രി ഒറ്റയ്ക്ക് ഗേറ്റ് ഒന്നും അടയ്ക്കാൻ പോവില്ല പേടിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയതപ്പോൾ ഒരു ഏത്തിസ്റ്റ് നമ്പൂതിരി മീറ്റ്സ് എ ഗോസ്റ്റ്. അതിനൊരു അച്ചായത്തി ജെൻസി ഗോസ്റ്റ് ആക്കാം. ഒരു ഇല്ലത്തിനകത്ത് ഒരു ക്രിസ്ത്യാനി ജെൻസി ഗോസ്റ്റ് വിത്ത് നമ്പൂതിരി. അപ്പോൾ അത് വീണ്ടും പൊലിഞ്ഞു. പിന്നെ വളരെ പെട്ടെന്ന് കിട്ടിയതാണ് ക്ലൈമാക്സ് ആക്ച്വലി എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മകളുടെ ഡെത്താണ്. ആ കുട്ടിയുടെ എക്സാക്ട് ഡെത്താണ് നമ്മൾ കാണുന്ന ഹോസ്പിറ്റൽ സീൻ. അതെനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. അത് വന്നതും പിന്നെ സർവമായ ഉണ്ടായി. പിന്നെ എനിക്ക് സംശയമില്ല ഈ സിനിമ ചെയ്യണം എന്നുള്ള ചിന്ത വരാണ്. അങ്ങനെയാണ് ഞാൻ നിവിനെ വിളിച്ച ഓർമ്മയുണ്ട്. നിവിനെ ഞാൻ കോവിഡ് സമയത്ത് വിളിച്ച ഓർമ്മയുണ്ട്. ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട്. അപ്പോൾ അത് 2021 മറ്റുമാണ്. പിന്നെ നമ്മളത് വിട്ടു. പിന്നെ പാച്ചു റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് അൽത്താഫ് പറയാണ്, നിവിനെ ഈ അടുത്ത് കണ്ടു, ഇത് 2023 അപ്പോൾ നിവിൻ പറഞ്ഞു അഖിലൊരു കഥ പറഞ്ഞിട്ടുണ്ട് പണ്ട്, രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ നിവിനെ വിളിക്കുകയാണ്, നമുക്കത് ചെയ്താലോ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. എനിക്ക് ശരിക്കും എന്ത് റോള് തരാനായിരുന്നു? എന്നെ വിളിച്ചാട്ടോ അഭിനയിക്കാൻ, വയറിന് സുഖമില്ലാത്ത പോലെ എന്തായിരുന്നു എനിക്കത് അതിലുള്ളൊരു പല പൂജകളിൽ ഒരു ക്ലയന്റ് വയറിന് സുഖമില്ലാണ്ട് നന്നായി പൂജ നമ്പൂരിയായിട്ട് തോന്നുന്നുണ്ട് എന്നെ. നമ്പൂരി ആ ഭാഷയും ആ ഐശ്വര്യവും. ശരി. ഈ സത്യം പറഞ്ഞാലേ നിങ്ങൾ രണ്ടുപേരും ട്വിൻ ബ്രദേഴ്സാണ്, ഒരേ മേഖല. അപ്പോൾ 1-2 എന്നാണ് ഗോളടിച്ച് നിൽക്കുന്നത്. ഈ 1-2 ഗോളടിച്ച് നിൽക്കുമ്പോൾ ഇത് റൈറ്റിങ്ങിൽ അനൂപിന് അല്ല നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രഷർ തരുന്നുണ്ടോ എഴുത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഷെയ്ഡ് പോലെ തന്നെയാണ് ഈ ട്വിൻസ് കമ്പാരിസണും. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സിനിമ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതിപ്പോൾ അനൂപായാലും ഞാനായാലും ഇതൊന്നും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ബാധിക്കുന്നില്ല. ടേസ്റ്റ് അനുസരിച്ച് സിനിമ ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. അനൂപിനാണെങ്കിൽ ഞാനും അനൂപും അംഗനവാടി മുതൽ വിപ്രോ വരെ ഒരുമിച്ചായിരുന്നു. ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെപ്പോലെ ഒരാൾ 22 വർഷം ജീവിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പേര് ഇപ്പോൾ സുനിത എന്നാണെങ്കിൽ ഒരു സുമതി വേറെ, അപ്പോൾ സുമതി. അതുപോലെ അഖിൽ അനൂപ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് വർഷങ്ങളോളം. അപ്പോൾ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്നുള്ള സാധനത്തിന് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പിരിയുന്നത്. ആ പിരിഞ്ഞതിനെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു ഫ്രീഡം ഉണ്ട്. അതുവരെ നമുക്ക് പ്രണയം ഉണ്ടായിട്ടില്ല 22 വരെ. കാരണം നമുക്ക് ഇഷ്ടമുള്ള കുട്ടീനെ അവന് ഇഷ്ടമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട്, അതുകൊണ്ട് ഞാൻ പറയും ഐ എം എ ഹാപ്പി പ്രൗഡ് വെർജിൻ എന്ന് പറയും. അപ്പോൾ ആ ഫ്രീഡം കൊണ്ടാണ് അനൂപും ഇപ്പോഴും. അനൂപിൻ്റെ ശരിക്കും പാറ്റേൺ വേറെയാണ്. ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ ശീലമാണ് ഫിലിം മേക്കിങ്ങിൽ. പ്രോപ്പർ പേപ്പറിൽ എഴുതിയാൽ മാത്രം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അനൂപ് പറഞ്ഞ് സിനിമ ഉണ്ടാക്കുന്ന ആളാണ്. ഇപ്പോൾ വരണ ആവശ്യം കൊണ്ട് കണ്ടാൽ പോലും അറിയാം. അതിന് ഒരു സത്യനന്ദിക്കാട് സ്വഭാവം കാര്യമായിട്ടില്ല. വേറൊരു കുറേ എലമെൻ്റ് ഉണ്ടെങ്കിലും അതിനൊരു പ്രത്യേക ഒരു ടെക്സ്ചർ ഉണ്ട്. എനിക്കാണെങ്കിൽ അച്ഛൻ്റെ സ്വാധീനമുണ്ട്. ഞാൻ ചെയ്യുന്നത് ഞാനത് എൻ്റേതായൊരു ചെറിയൊരു ഡസ്റ്റ് അതിനകത്ത് ഇടാൻ നോക്കും. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അനൂപിൻ്റെ ശരിക്കും സിനിമകൾ എനിക്ക് ഉറപ്പാണ് ഞാനും അച്ഛനും ചെയ്യുന്നേക്കാളും ഒരു പൊടി വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ആസ് എ പ്രേക്ഷകൻ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അനൂപ് ഉണ്ടാക്കുന്ന സിനിമ ഒരു രസമുള്ള സിനിമ വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമ മനസ്സിലുണ്ടാവും, അടിപൊട്ടി. അപ്പോൾ അത് ട്വിൻസ് അത് ഞാനിപ്പോൾ ഈ ഒരേപോലെ വേഷിട്ട് കാണുന്ന ട്വിൻസിനെ കണ്ടാൽ ഞാൻ പറയും നിങ്ങൾ ദയവ് ചെയ്യല്ലേ എന്ന് പറയും. ചില അച്ഛനമ്മമാർ മക്കളെ ഒരു ഡ്രസ്സ് ഇട്ട് വളർത്തി ഒരുപോലെ. എനിക്കും അനൂപിനും ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്കൊരു അകത്തുള്ള ഇൻഡിവിജ്വാലിറ്റി ക്രൈസിസ് ഭയങ്കരമാണ്. ആരാണ് ബെറ്റർ എന്നുള്ള ചോദ്യം വരും ഒരു പരിധിക്കപ്പുറത്തേക്ക്. ഇപ്പം നമ്മളത് ഡീൽ ചെയ്തു. പക്ഷെ അത് കുറേ ഞങ്ങൾ അടി കൂടിയിട്ടൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. തർക്കങ്ങളൊക്കെ ഉണ്ടാവും. ക്രിയേറ്റീവായിട്ട് ഉറപ്പായിട്ടും അടി ഉറപ്പാണ്. അതുകൊണ്ട് ഒരുമിച്ച് ആരോഗ്യത്തിന് നല്ലത്. പിന്നെ വേറെ ഒന്ന്, അച്ഛൻ്റെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ സത്യം, ധർമ്മം, നീതി, അങ്ങനെയാണ് നിങ്ങൾ വളർന്നതും. ഇടയ്ക്കൊക്കെ ഒന്ന് വഴിവിട്ട് ജീവിക്കാൻ തോന്നാറുണ്ടോ?
ചെറുതായിട്ട് എനിക്കെന്താ അച്ഛനെ എനിക്ക് വരെ പേടിയാണ്. അതോടൊപ്പം നിങ്ങളെ സ്ഥിതി ആലോചിച്ചു. നമുക്ക് പുറത്തെവിടെ പോയാലും ഞാൻ അച്ഛൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. കഞ്ഞി കള്ളത്തരം ഫുൾ അകത്തുണ്ടെങ്കിലും ഇമേജ് കോൺഷ്യസ് ആയിട്ട് മാന്യനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അനൂപ് പക്ഷെ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അനൂപിന് പോടാ പുല്ല എന്നുള്ളതാണ്, അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. അപ്പോൾ അനൂപ് കുറച്ചുകൂടി ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ് എല്ലാ രീതിയിലും. ഒരു മീൻസ് ഒരു ആസ് എ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് മടിയാണ് കൂടുതലും. ഞാൻ ഒരു ഇൻഡോർ ട്വിന്നും അനൂപ് ഒരു ഔട്ട്ഡോർ ട്വിന്നുമാണ് കൂടുതലും. അപ്പോൾ അനൂപ് ഇപ്പോൾ യാത്രകളൊക്കെ ചെയ്യാനും ശ്രീനാഥനെ പോലെയാണ്. അപ്പോൾ എനിക്ക് പക്ഷേ വീട്ടിനകത്ത് ഞാനൊരു ഫ്രണ്ടായിട്ട് ഗോവയിൽ പോയിട്ടുണ്ട്. വിപ്രോ സമയത്ത് ഒരു സുഹൃത്തായിട്ട് ഗോവയിൽ പോയി. ഗോവയിൽ ഭയങ്കര രസമുള്ള ബീച്ചിനകത്താണ് ഹോട്ടൽ. ഞാൻ ഫുൾ ഡേ ബെഡിൽ കിടന്നുറങ്ങി. നോക്കി ഇങ്ങനെ ബെഡിൽ കിടന്നുറങ്ങുക, മറ്റേത് പിന്നെ കാണാമല്ലോ. ആ മടിയാണ് നമ്മളുടെ വീക്ക്നെസ്. പക്ഷെ അനൂപിന് അങ്ങനെയല്ല. അനൂപ് കുറച്ചുകൂടി ചോദ്യം ഈ പറഞ്ഞ പോലെ ആഗ്രഹമുണ്ട് ചിലപ്പോൾ, പക്ഷെ അത് ഇങ്ങനെ പോട്ടെ തൽക്കാലം. പിന്നെ ഈ അച്ഛൻ പിന്നെ ഈ സിനിമയിൽ നിങ്ങൾ ഏതായാലും പിക്ക് ചെയ്തു എന്നറിഞ്ഞപ്പോൾ പുറത്ത് പറയാമെങ്കിൽ പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഒരു രഹസ്യം പറഞ്ഞിട്ടുണ്ടോ ഈ സിനിമാ മേഖലയിലെ? എന്താണ് എന്തെങ്കിലും രഹസ്യം? മീൻസ് അതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മന്ത്രച്ചരട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒരു ബേസിക് കള്ളത്തരം നല്ലതാണ്. പകുതി ഞാനിപ്പോൾ ഈ അടുത്ത് ഞാൻ ആക്ച്വലി ഇൻ്റർവ്യൂവിലൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്ന ആളാണ്. കാരണം എനിക്ക് ശരിക്കും നീ ഇമോഷണൽ അല്ലേ? അല്ല, ശരിക്കും ഞാൻ എൻ്റെ പഴയ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഇത്രയും ക്രൗഡ് കണ്ടാൽ ഞാൻ അപ്പം തന്നെ ഈ ഭാഗത്ത് വീഴുണ്ടാവും. കാരണം കുറേ കണ്ണുകൾ നോക്കി നിൽക്കുമ്പോൾ ഞാൻ പാനിക്കാവും. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ പാനിക്കാവുന്നില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ ഡീൽ ചെയ്യുന്നത് ക്യാമറ കണ്ടാലും കൈ വിറയ്ക്കും. നമ്മൾ ഇത്രയും പേരെ അഭിനയിപ്പിക്കുന്ന നമ്മളാണ്. അങ്ങനെയല്ല, വൺ മോർ എന്നൊക്കെ പറയുന്ന ആൾ ക്യാമറ തിരിച്ചാൽ വിറയ്ക്കും. പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത് കുറച്ചൊരു ഞാൻ ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ എപ്പോഴും അച്ഛൻ പറയുന്ന ഒരു വാക്കുണ്ട്, എപ്പോഴും നമ്മൾ ക്യാമറ ഓൺ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ എപ്പോഴും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്ന പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് റിയൽ ലൈഫിലായപ്പോലും ദേഷ്യപ്പെട്ട് പറയുന്ന വാക്കുകൾ, സെറ്റിൽ ഷൗട്ട് ചെയ്താൽ പറയുന്ന അതൊക്കെ നമ്മളകത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആക്കാൻ, അതാണ് റിയൽ മന്ത്ര. ഒരിക്കലും സെറ്റിൽ ഒരാളെയും താഴ്ത്തി കാണുകയോ ചീത്ത പറയുകയോ ഞാനങ്ങനെ കണ്ടിട്ടില്ല അച്ഛൻ പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ സെറ്റിൽ ഇപ്പോഴും സർവമായാൽ വർക്ക് ചെയ്ത ആൾക്കാർ പറയുന്നത് അച്ഛൻ്റെ സെറ്റ് പോലെ എന്നാണ്. അപ്പോൾ ഒരു ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ പോലും ചിരിച്ചിട്ടാണ്, നിവിനും റിയയും ചെയ്യുന്ന സീനുകൾ കണ്ട് ചിരിച്ചിട്ടാണ്, അല്ലാതെ ഇതപ്പോൾ തീരും റൂമിൽ പോലോ അങ്ങനെയില്ല. അവർക്ക് അവരുടെ കൂടിയാണ് സിനിമ. ആ ഒരു ശീലം കിട്ടിയത് അച്ഛൻ്റെ നിന്നാണ്. അത് കള്ളത്തരമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് സ്വഭാവമാണ്. നമുക്ക് അച്ഛൻ ഒരു കാര്യം അച്ഛൻ്റെ ഇൻട്രസ്റ്റിംഗ് കോട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ വാക്കുകൾ, ഒരാൾ ഫ്രോഡാന്ന് അറിഞ്ഞാൽ പിന്നെ അയാളെ ഡീൽ ചെയ്യാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സിനിമയിൽ ഫ്രോഡുകൾ കുറേ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇയാളോട് വർക്ക് ചെയ്യില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഫ്രോഡാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിൾ അല്ലേ? അപ്പോൾ ആ വാക്ക് അതാണൊരു മെയിൻ ഹൈലൈറ്റ് അച്ഛൻ്റെ. ഞാൻ എൻ്റെ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും പ്രിയദർശനുമായിട്ട് ദുബായിലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിരുന്നിട്ട് കൈ കഴുകാൻ എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു മലയാളി ഫാമിലി തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കൈ കഴുകാൻ പോകുന്നു, പുള്ളി എൻ്റെ പിന്നിൽ വരുന്നു. അപ്പോൾ അവിടെയുള്ള ആ പെൺകുട്ടി അച്ഛനോട് പറഞ്ഞു കൊടുക്കണേ, അമ്മേ ഇത് കല്യാണിയുടെ അച്ഛനാണ് പോകണമെന്ന്. അപ്പോൾ ഞാൻ കൈ കഴുകുമ്പോൾ പറഞ്ഞു, നിങ്ങളെ കാര്യം പോയിട്ടോ, നിങ്ങളെ കാലം പോയി, അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, അത് സന്തോഷമുള്ള കാര്യമല്ലേ തോന്നുന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ വന്നിട്ട് അച്ഛൻ വൈകുന്നേരം നടക്കുമ്പോൾ അഖിൽ എന്നാണ് വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അഖിലിൻ്റെ അച്ഛനായിട്ട്, കല്യാണിയുടെ അച്ഛൻ പ്രിയദർശൻ പോലെ അഖിലിൻ്റെ അച്ഛനായിട്ടായിരുന്നോ ഇനി സത്യനന്ദിക്കാട് അറിയപ്പെടുക? ഒരിക്കലും വേണ്ട, നമുക്ക് സത്യൻ ടാഗ് തന്നെ മതി. ഈ ബ്രാൻഡ് സത്യം തന്നെയാണല്ലോ, അത് മതി. താങ്ക് യു. ഇനി നിങ്ങൾക്ക് ചോദിക്കാം അഖിലിനോട്. ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് മോഹൻലാലുമായിട്ട് ചേർന്നിട്ട്. അതെ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട് പലരോട് റെക്കമെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അത് പക്ഷേ ഇന്റർവ്യൂസിലൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടില്ല. അതിന്റെ പിന്നിലെ അനുഭവം ഒന്ന് പറയാമോ? എൻ്റെ പേര് അജയ് എന്നാണ്. ഇന്നലെ സാറിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ശരി. ഒന്ന് പറഞ്ഞേക്കൊള്ളാം. അത് ഇരിക്കുന്നു, ഉണ്ണി വയറാണ് കൊണ്ടുപോയത്. ഉണ്ണിയേട്ടനാണ് ഒരു ദിവസം രാത്രി വിളിച്ചിട്ട്, ലാൽ സാറ് നമ്പൂരി സാറിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, വളരെ പ്രൈവറ്റായ മൊമെൻ്റ് ആണ്, അത് ലാൽ സാറിന് വേണ്ടി മാത്രം ക്യാപ്ചർ ചെയ്യണം, വേറെ എവിടെയും വേണ്ട, അത് മാത്രമാണ്. അപ്പം ഞാൻ അപ്പം തന്നെ കൈ കുറച്ചു. കാരണം ഷാരൂഖ് ഖാൻ വിളിക്കുന്നു സിനിമ ചെയ്യാം അഖിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടും. എന്ത് നല്ല ഓഫർ എന്നാലും ഞാൻ ആദ്യം ഓടും, പേടിച്ചിട്ട് ഓടും. പക്ഷേ ഇത്തവണ അച്ഛനെ പറഞ്ഞത് 2 ലെജൻസാണ് നീ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടത് വളരെ കുറച്ച് നേരം മാത്രം സംഭവിച്ച കാര്യമാണ്. ലാൽ സാറ് ഉണ്ണിയേട്ടനുണ്ടായിരുന്നു കൂടെ. നമ്മൾ പോകുന്നു, പെയിൻറ്റിങ് കൈമാറുന്നു, തിരിച്ചു വരുന്നു. അതിനകത്ത് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഒന്നുമില്ല, ഒരു 2-3 മിനിറ്റോ കാണുന്ന, ഇപ്പോൾ വാർത്തകൾക്കിടയിൽ കാണുന്ന ന്യൂസ് ക്ലിപ്പ് ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ അതിൻ്റെ.
പക്ഷെ നമ്മൾ ചെയ്തത് അവിടെ എഡിറ്റിങ്ങിൻ്റെ ഒരു സാധ്യത അവിടെ ഉപയോഗിച്ചു. സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെ ചെയ്യാം. അപ്പോൾ ഇപ്പോഴും അതിൽ ആകത്തുക എന്നുള്ളത് ഒരു പുള്ളി 96-ാം വയസ്സിൽ ഒരു പെയിൻറ്റിങ് വരച്ചു, ലാൽ സാർ അത് വാങ്ങിച്ചു. ഇപ്പോഴും അതിനകത്ത് പെയിൻറ്റിങ് കാണണമെങ്കിൽ നിങ്ങൾക്ക് 7ാമത്തെ മിനിറ്റ് വരെ കാത്തിരിക്കണം. പെയിൻറ്റിങ് കാണിക്കുന്നില്ല. തുടങ്ങുന്നതെല്ലാം കഥകളി എന്നാണ്. ആദ്യമായിട്ട് അതൊരു എഡിറ്റിങ്ങിലുണ്ടായിട്ടുള്ള റൈറ്റിങ്ങും എഡിറ്റിങ്ങും ഒന്നാണെന്ന് തോന്നിയിട്ടുള്ള മൊമെൻ്റാണ് എനിക്ക് പേഴ്സണലി. അത് വളരെ പേഴ്സണലാണ് എനിക്ക് ശരിക്കും പറഞ്ഞത്. അതാണ് അത് പുറത്തൊന്നും അങ്ങനെ പറയാത്തതും. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് 5 കാര്യങ്ങൾ, ടോപ്പ് 5 ഇതിനകത്ത് അതുണ്ടാവും. ഹലോ, ഇവിടെ ഹായ്, ഹലോ. എൻ്റെ പേര് റൂബി എന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഒരു ഡയറക്ടറും ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറും ആങ്കറുമാണ് ഞാൻ. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സത്യൻ അന്തിക്കാട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സിനിമ വരുമ്പോൾ മലയാളികൾക്ക് സാധാരണ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും, ഒരു നാടൻ തനിമ, അതല്ലെങ്കിൽ ഒരു ബസ് ഉണ്ടാവും അതിനകത്ത് എപ്പോഴും സത്യൻ അന്തിക്കാട് സിനിമകളിൽ. അപ്പം ഈ പറയുന്ന പോലെ താങ്കളുടെ സിനിമകളിലും ഈ ഒരു ടച്ച് വന്നിട്ടുണ്ട്. അച്ഛൻ്റെ പാത പിന്തുടരാനാണോ അതോ സ്വന്തമായ ഒരു ക്രിയേഷനാണോ താല്പര്യം കൂടുതൽ? മിക്സാണ് രണ്ടും. ഈ തൈരും ചോറും കുഴക്കുന്ന പോലെയാണ്. അച്ഛൻ ശരിക്കും ഒരു ഗ്രാമസിനിമ എടുത്തിട്ട് 15 വർഷമായി. അത് ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം വിക്കിപീഡിയ നോക്കുകയാണെങ്കിൽ സ്നേഹവീടാണ് അവസാനമായിട്ട് വന്ന ഗ്രാമസിനിമ. അത് വന്നിട്ട് 15 വർഷമായി. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർ എന്തുകൊണ്ടാണ് സത്യൻ അന്തിക്കാട് എന്ന് പറഞ്ഞ നാടൻ. അച്ഛൻ്റെ എല്ലാ പടങ്ങളും സിറ്റിയാണ്. ഞാൻ പ്രകാശൻ സിറ്റിയിലാണ്, ഹൃദയപൂർവ്വം പൂനെയിലാണ്, ജോമോൻ തിരുപ്പൂരാണ്, ഇന്ത്യൻ പടക്കഥ കോട്ടയം സിറ്റിക്കകത്താണ്. ഒന്നും ഗ്രാമങ്ങളില്ല. പണ്ട് കണ്ടിട്ടുള്ള ശീലം ആണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ സർവ്വമായയിൽ ശരിക്കും ഞാൻ ആലോചിച്ചൊരു കാലിയായ ഗോൾ പോസ്റ്റാണ് സർവ്വമായ. കാരണം എല്ലാവരും ആക്ഷൻ പടങ്ങൾ, തിയേറ്റർ ഹൈ എന്ന് പറഞ്ഞ പുറകെ ഓടിയപ്പോൾ ഒരു കാലി ഗോൾ പോസ്റ്റ് കണ്ട് ഗോളടിച്ചാണ് സർവ്വമായ. കാരണം മനഃപൂർവ്വം ഞാൻ വളർന്നത് ഗ്രാമത്തിലാണ്. അപ്പോൾ എനിക്കൊരു പച്ചപ്പ് കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് അതിൽ കാണുന്ന വയലുകളും അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു മസാല പാക്കേജാണ്. അതിനകത്ത് എനിക്ക് കലാമണ്ഡലം ഇഷ്ടമാണ്. അതിനകത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് കയറ്റില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഡയറക്ടറായിട്ട് കയറാമല്ലോ, അതുകൊണ്ടാണ് അതിനകത്ത് കയറിയത്. അതുപോലെ കൊല്ലങ്കോടുള്ള പാലക്കാട് ഭംഗി, അതൊക്കെ അച്ഛൻ്റെ 90s പടങ്ങളിൽ കണ്ട കാഴ്ചയാണ്. അത് റീക്രിയേറ്റ് ചെയ്യാനുള്ള ബോധപൂർവ്വമുള്ള ശ്രമമാണ് സർവ്വമായ. അപ്പോൾ ഞാനിവിടെ മിക്സ് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ സർവ്വമായ്ക്കകത്ത് അച്ഛൻ്റെ പടങ്ങളില്ലാത്ത എലമെൻസും കാണാനും പറ്റും. അതിനകത്തുള്ള ജെൻസി പ്രേതം ഒരിക്കലും അച്ഛൻ ഉണ്ടാക്കുന്ന പ്രേതമല്ല. അപ്പോൾ ഒരു മിക്സ് അതിന് പോസിബിലിറ്റി ഉണ്ട്. അതെന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പ്ലാൻ. ഹായ്, എൻ്റെ പേര് സായി ഗോപിക. ഇവിടെ ഹായ്. സത്യനങ്ങളെ ലൈഫിൽ എപ്പോഴെങ്കിലും തന്നൊരു അഡ്വൈസ്, അത് അന്ന് തള്ളിക്കളഞ്ഞ് കാര്യമാക്കി എടുക്കാതെ ഇപ്പം അത് ശരിയാണെന്ന് തോന്നി കൂടെ കൊണ്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ? സിനിമയിൽ വരരുതെന്ന് പറഞ്ഞത്. കാരണം ഇപ്പം ഞാൻ എൻ്റെ മകനോട് ഞാനത് പറയും. കാരണം കുട്ടികളുണ്ടാവും. ആസ് എൻ അച്ഛൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് വിപ്രോയിൽ ജോലി ചെയ്യുമ്പോഴും സിനിമ നെഗറ്റീവ് ചെയ്തിട്ടില്ല കേട്ടോ, വരണ്ട. പക്ഷേ ഒരു ജോലി ചെയ്യൂ, പഠിത്തം ഉണ്ടാവും എന്നുള്ള സാധനം ആദ്യമായിട്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ എൻ്റെ മകൻ പറയാണ് എനിക്ക് ഡയറക്ടറാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന സെയിം ഇതിനായിരിക്കും. ഇത് അന്ന് തള്ളിക്കളഞ്ഞത് ഞാൻ സെയിം ഇതന്നെ പറയാൻ പോകുന്നത്. ഹലോ സാർ. ഹായ് സാർ, ഈ ഫീൽ ഗുഡ് മൂവികളിൽ നിന്ന് മാറി ആക്ഷൻ പാക്ഡ് പൊളിറ്റിക്കൽ ഡ്രാമ വല്ലതും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ആക്ഷൻ സംഭവിച്ച് പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഫീൽ ഗുഡ് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഫീൽ ബാഡ് വേണമെന്നുള്ളതാണ്. എന്താണ് സാർ, പൊളിറ്റിക്കൽ ഡ്രാമ വല്ലതും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? എനിക്ക് പൊളിറ്റിക്സ് അങ്ങനെ ടു മച്ച് ഞാൻ ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് മേഖല അതല്ല. സ്റ്റിൽ എനിക്ക് ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡ് പോലുള്ള വെബ് സീരീസ് എനിക്ക് ഇഷ്ടമാണ്. അത് പ്രോപ്പർ വയലൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ അതിൽ റൈറ്റിങ്ങിലെ ക്വാളിറ്റി നമ്മൾ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാച്ചു എന്നുള്ള സിനിമയ്ക്കകത്ത് നിധി എന്നുള്ള കുട്ടിയുടെ ഗ്രേ ഷെയ്ഡുള്ള ഒരു ലൈഫുണ്ട്. പാച്ചുവിനകത്ത് ഒരു ഗോവയിൽ കാണുന്ന സ്ലമ്മും ഇതൊന്നും നമ്മളിപ്പോൾ സത്യൻ അന്തിക്കാട് പോലെ ഫീൽ ഗുഡ് കാണുന്നതല്ല. അത് ശരിക്കും ഒരു ഗ്രേ ഷെയ്ഡാണ്. അപ്പോൾ ലൈഫിലെ ഗ്രേ ഷെയ്ഡ്സ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ കൂടെ രസമുള്ള ആക്ഷൻ മൊമെൻറ്റ് വരാണെങ്കിൽ ഭാഗ്യം എന്നുള്ളൂ. അതിനു വേണ്ടി സിനിമ ചെയ്യാൻ താല്പര്യമില്ല. ഹലോ സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഹരിശങ്കറിനാണ്. ഞാനൊരു ആക്ടർ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതിൽ നിന്ന് സർവമയ പോലൊരു ഫിലിം എന്നൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. അപ്പം ഇപ്പം സർവമയ OTT ഇറങ്ങി. ഒരുപാട് പേര് ഒരു പെർസ്പെക്റ്റീവ് അതിൽ കാണുന്നുണ്ട്. അതായത് നിവിൻ ഒരു സ്ക്രിപ്റ്റോഫ്രീനിക് പോലെയാണ് ഡെലിവലു എന്ന ക്യാരക്ടർ തോന്നിയത്. ബേസിക്കലി അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. അത് നിവിൻ്റെ ഒരു ആ ടൈമിൽ നിവിൻ കടന്നു പോകുന്ന സിറ്റുവേഷൻസിലൂടെയൊക്കെ
അത് നിവിനൊരു ഈ ദിലീഷൻ പോലെ തോന്നിയതാണെന്നൊരു ഇതുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു റൈറ്ററും കൂടെ ആയതുകൊണ്ട് അഖിൽ സത്യൻ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ ഒരു POV എങ്ങനെയാണ് അതിനെപ്പറ്റി? ഇത് കുറേ പേര്, ഞാൻ ഇന്നലെ വന്ദേ ഭാരതിൽ ട്രെയിനിൽ വരുമ്പോൾ റാൻഡം ഒരു കോള് എടുത്തു. അതിനകത്ത് ഒന്നുമില്ല, സാറേ പ്രബേന്ദു ആണോ ഡെലലുവിൻ്റെ പഴയ കാമുകൻ? അപ്പോൾ ഞാൻ പറഞ്ഞു ആസ് എ റൈറ്റർ അല്ല. താങ്ക് യു പൈസ എടുക്ക് അപ്പം ബെറ്റ് വെച്ചിരിക്കുകയാണ് എവിടെയോ. അപ്പോൾ ആസ് എ റൈറ്റർ ഒരിക്കലും അത് പ്രബേന്ദു അല്ല. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിവിനും ഞാനും മനഃപൂർവ്വം ചിന്തിച്ചൊരു വഴിയുണ്ട്. അതായത് ഇയാളൊരു തോന്നലായിരുന്നെങ്കിൽ നമുക്ക് പല വഴി തുറക്കും. എഴുതി തീരുന്നവരെ അത് പ്രബേന്ദു അല്ല. പ്രബേന്ദു ചെയ്തത് ശരിക്കും പറഞ്ഞാൽ തൊട്ട് മുമ്പ് കാറിനകത്ത് അവൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പ്രബേന്ദുവിനെ. പക്ഷെ അപ്പോൾ അയാൾ അതിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല. ആ ചോദ്യം അവിടെ ബാക്കിയാണ്. എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് മറുപടി പറയാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. തിരിച്ച് ക്ലൈമാക്സിൽ അമ്മ ചോദിക്കുന്ന ചോദ്യം, അമ്മയ്ക്കൊരു ക്ലോഷ് കിട്ടിയിട്ടില്ല, താനാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് പ്രബേന്ദുവിനെ അല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം ഇയാൾ പറഞ്ഞ സത്യമാണ്. അതെ, കുറച്ച് മുമ്പ് അവൾ പ്രപ്പോസ് ചെയ്തതാണ്. അപ്പോൾ ഒരു വിൻ ആണ് അവിടെ സംഭവിച്ചത്. രണ്ടു പേർക്കും ഒരു ക്ലോഷർ കിട്ടി. അപ്പോൾ ആസ് എ റൈറ്റർ ഒരിക്കലും നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ ചെയ്തൊരു കുഞ്ഞ് സൂത്രമാണ് ഇതിലേക്കൊക്കെ വഴി തെളിച്ചത്. നിവിനും ഞാനും മനഃപൂർവ്വം ഇയാളുടെ തോന്നലായിരുന്നെങ്കിൽ എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നിവിൻ പറയുന്നുണ്ട്, താൻ എനിക്കൊരു നല്ല ഇമ്പാക്റ്റുള്ളൊരു തോന്നലാണ്, വെർബലി പറയുന്നുണ്ട്. വില്ലിച്ചൻ ടുവേർഡ്സ് ക്ലൈമാക്സ് പറയുന്നുണ്ട്, ഇതൊരു തോന്നലാവാം, സത്യമാണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി നമ്മൾ ഒരിക്കലും കളഞ്ഞിട്ടില്ല. അതാണ് ഈ പറഞ്ഞ ഇൻ്റർപ്രിറ്റ്, അത് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ആസ് എ റൈറ്റർ ഒരിക്കലും അത് പ്രബേന്ദു അല്ല. ഹായ് സർ. ഹായ് സർ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയ താങ്ക് യു ഉണ്ട് സർ, മലയാളത്തിന് ഇത്രയും നല്ലൊരു ഫിലിം ഗിഫ്റ്റ് ചെയ്തത്. ഞാൻ എൻ്റെ അമ്മയച്ഛനായിട്ട് ഈ ഫിലിം പോയി തിയേറ്ററിൽ കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, കുറേ നാളായി നല്ലൊരു സിനിമ കണ്ടിട്ട്. സോ താങ്ക് യു വെരി മച്ച് സർ. സർ ഞാനൊരു ആക്ടറാണ്. സോ അവൻ ആസ്പയറിങ് ആക്ടർ എന്ന് പറയാം. സോ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഇപ്പം സാറ് സ്ക്രിപ്റ്റ് ഒരു സിനിമയായി മാറുമ്പോൾ ആ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഇപ്പോൾ സാറ് വിചാരിച്ചിരുന്നോ ഡെല്ലുലു എന്ന് പറയുന്നത് റിയയെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നിവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം, നിവിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു? അങ്ങനെയൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്? ശരിക്കും എഴുതുമ്പോൾ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഫേസ് മനസ്സിലുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരു ഹീറോ സെൻട്രിക് ആയിട്ടാണ് പ്രൊജക്റ്റ് നമുക്ക് ഓൺ ആവുള്ളൂ. ഒരു പ്രൊഡ്യൂസർക്ക് പൈസ ഇറക്കിയിട്ട് അയാൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു ഹീറോനെ വെച്ച് സിനിമ ചെയ്യണം. അപ്പോൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരു ഹീറോയുടെ ഫേസും മാനറിസവും മനസ്സിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും. സർവമായി എഴുതുമ്പോൾ പ്രബേന്ദു നിവിൻ തന്നെയാണ്, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഡെലേലു ആരാന്ന് അറിയില്ല. ഡെലേലു എന്നുള്ള പേരുണ്ടായത് പോലും ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടാണ്. അതുവരെ ഞാൻ പെൺകുട്ടി പ്രേതം മാത്രമേ പറയുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു കുട്ടിത്തൊള്ള, ശരിക്കും ദിൽസെ എന്നുള്ള സിനിമയിലത്തെ പ്രീതി സിൻ്റെയാണ് റെഫറൻസ് പോയിന്റ്. ദിൽസയ്ക്കകത്ത് ഷാരൂഖ് ഖാനായിട്ട് സംസാരിക്കുന്ന പ്രീതി സിൻ്റെയാണ് നമ്മുടെ ഡെലേലു. പക്ഷെ അത് കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ നോക്കി പ്രീതി മുകുന്ദൻ എന്നുള്ള കുട്ടീനെ കണ്ടു. അങ്ങനെ പ്രീതിനെ വെച്ച് ഓഡീഷൻ ചെയ്തു. പ്രീതിനെ ഡെലേലുമായിട്ട് ഓൾമോസ്റ്റ് കാസ്റ്റ് ചെയ്തു. ഓഡീഷൻ കഴിഞ്ഞ് പ്രീതിയായിരുന്നു ഡെലേലു. ഇപ്പോൾ സാധ്യമായിട്ട് അഭിനയിച്ച പ്രീതി. പക്ഷേ അത് എഴുതി വരുമ്പോൾ അതൊരു ടിപ്പിക്കൽ പെയർ റോംകോമായിട്ട് പോകുന്നു. എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രണയകതയായിട്ട് മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനാണ് ഒരു ജൂനിയർ പ്രായം കുറഞ്ഞൊരു കുട്ടീനെ ആലോചിച്ചത്. അപ്പോൾ റാൻഡോ ആയിട്ടാണ്, അപ്പോഴും ഫേസ് ഇല്ല കേട്ടോ, ആ ക്യാരക്ടറിന് ഫേസ് ഇല്ല. അപ്പോൾ റാൻഡോ ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിലാണ് റിയയുടെ മുടിയാണ് ഞാൻ പറഞ്ഞ ലയൺ കിങ്ങിലെ സിംബയുടെ മുടിയാണ് റേക്കുള്ള. അതാണ് എനിക്ക് എഴുതുമ്പോൾ മനസ്സിനകത്ത് ആ ഒരു ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്. സംസാരിച്ചപ്പോൾ നമ്മൾ റിയയുടെ ഫാനാവാണ്. കാരണം റിയയുടെ ഫാദറിനെ എനിക്കറിയാം. അവർ ചെന്നൈയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. റിയ പഠിച്ചെല്ലാം വലിയ ബോർഡിംഗ് സ്കൂളിലാണ്. അപ്പോൾ ഫാദറിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ ഇവളെ വിളിച്ചു. ഞാനൊരു ഓഡീഷൻ സ്ക്രിപ്റ്റ് അയച്ചുതരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതൊരു മംഗ്ലീഷിലാക്കി തരാം, ഞാൻ എഴുതിയത് മലയാളത്തിലാണ്. അയ്യോ വേണ്ട ചേട്ടാ വേണ്ട, എനിക്ക് മലയാളം വായിക്കാൻ അറിയാം. അതിൽ തന്നെ ഫ്ലാറ്റ് ആവാണ്. അതായത് പുറത്ത് ബോർഡിംഗ് സ്കൂളിൽ പഠിച്ച് ചെന്നൈ ജീവിക്കുന്ന പെൺകുട്ടിക്ക് മലയാളം വായിക്കാൻ അറിയാം എന്നുള്ളത് തന്നെ എനിക്ക് ആസ് എ മലയാളം മീഡിയം ഗൈ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അവിടെയാണ് അവളുടെ മിടുക്ക് കാണുന്നത്. പിന്നെ കോ ക്രിയേറ്ററാണ് നിവിനും റിയയും. എല്ലാവരും റിയനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിവിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്ക് നിവിൻ ഹ്യൂമർ ചെയ്യുന്ന ആളാണെന്നല്ല എല്ലാവർക്കും. പക്ഷെ നിവിൻ സെൻസിബിളായിട്ട് ഒരു കോ ആക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അജു ആയാലും റിയ ആണെങ്കിലും നിവിൻ കൊടുത്ത സ്റ്റേജാണ് നിങ്ങൾ കാണുന്ന അവരുടെ പെർഫോമൻസ്. റിയയുടെ പല സീനുകളിലും നിവിൻ കൂടെ ഇരുന്നിട്ട് എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോലെയാണ് നിവിൻ ഇരിക്കുക. ആ സമയത്ത് നിവിൻ പറയുന്ന പല ഡയലോഗ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ
വിനീതിൻ്റെ ക്യാരക്ടർ ആദ്യമായിട്ട് പറഞ്ഞ ഡയലോഗുണ്ട് ഹോസ്പിറ്റൽ സീനിനകത്ത്. ചാക്കോ, ചേച്ചി എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയെന്നറിയോ? നീ തൊട്ട് താഴെ ഈ ഫ്ലോറിൽ നീ ജനിച്ചപ്പോൾ. അത് നിവിൻ പറഞ്ഞ ഡയലോഗാണ്. നിവിനാണ് ആശയം കൊണ്ടുവന്നത്. അതാണ് ആസ് എ റൈറ്റർ എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. പറയുമ്പോൾ നിവിൻ ആ സീനിൽ അഭിനയിക്കുന്നില്ല, റാൻഡോ ആയിട്ട് നമ്മൾ വളിപ്പടിച്ചിരിക്കുകയാണ്. കലാമണ്ഡലത്തിൽ തമാശ പറഞ്ഞെങ്കിൽ പെട്ടെന്ന് നിവിൻ നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഡെലലു സോങ് ആണ്, ഡാൻസാണ്. ആ സമയത്ത് ഈ തമാശയിൽ നിന്ന് മാറി നേരെ ക്ലൈമാക്സിലേക്കുള്ള മെയിൻ ഒരു പോയിന്റിലേക്കുള്ള ഒരു വഴി നിവിൻ തുറന്നു തന്നു. ആ സീൻ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ തുടക്കം എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ നിവിൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു റൈറ്റർ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ നിവിൻ എന്നുള്ള എനിക്ക് തോന്നി നിവിൻ എന്നുള്ള ആക്ടറുടെ പൊട്ടൻഷ്യൽ കാണാൻ പോകുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. കാരണം അയാളുടെ ഇത്രയും ഒരു 7 വർഷത്തോളം ഉണ്ടായിരുന്നൊരു മോശം കാലം പുള്ളിനെ റിഫൈൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കെയർഫുള്ളാണ് നിവിൻ. ആ ഒരു ഇനി വരാൻ പോകുന്നപ്പോൾ ബെത്ലഹേം അത് വരുന്നുണ്ട്, ഗിരീഷ് ഷെഡിയുടെ. അതൊക്കെ ഞാൻ ഭയങ്കര കാരണം നിവിൻ കോ ക്രിയേറ്ററായി മാറിക്കഴിഞ്ഞു. പുള്ളി ഇനി ഒരിക്കലും ആക്ടർ മാത്രമല്ല, നിവിൻ ഈ പേടിയാകത്തുള്ളുണ്ട്. പടം പൊട്ടുമോ എന്ന് പേടിയുള്ളതുകൊണ്ട് ഭയങ്കര ക്രിയേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് പറഞ്ഞ പോലെ എഴുതുമ്പോൾ എപ്പോഴും പാച്ചു എഴുതിയത് നിവിന് പാച്ചു എഴുതി ഹംസദുനയ്ക്ക് വേണ്ടിയിട്ട് ട്രെയിൻ ഇറങ്ങുന്നത് നിവിനാണ്. ക്ലൈമാക്സ് എഴുതി വരയ്ക്കുമ്പോൾ ഹംസദുനയെ കാത്ത് ട്രെയിൻ ഇറങ്ങുന്നത് നിവിൻ പോളിയാണ്. പക്ഷെ അത് നടന്നില്ല, ആ സമയത്ത് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ എപ്പോഴും എഴുതുമ്പോൾ ഇപ്പോഴും അടുത്തൊരു കഥ ആലോചിക്കുമ്പോൾ നിവിനും അജുവും അൽത്താഫും പിന്നെ ഒരു നമുക്കറിയുന്ന ഒരു താരമാണ്, ഫീമെയിൽ സ്റ്റാറാണ് മനസ്സിനകത്ത്. അപ്പോൾ ആ ഫേസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവഞ്ച്വലി ഇവർ ചിലപ്പോൾ വേറെ മാറിപ്പോയിരിക്കാം. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെയിൻ കഥാപാത്രത്തിൻ്റെ ഫേസ് മനസ്സിലുണ്ടെങ്കിൽ അത് നന്നാവും തോന്നിയിട്ടുണ്ട്. സെയിം സമയത്ത് പാച്ചുവിൽ 3 നായികമാരുണ്ട്, ഉമ്മച്ചി, ഹംസധ്വനി, ഒരു പെൺകുട്ടി. അതെനിക്ക് ഉറപ്പായിരുന്നു 3 പുതിയ ഫേസ് വേണമെന്ന് മസ്റ്റായിരുന്നു. ഫഹദ് ഫാസിലും നമ്മൾ ഇതുവരെ കാണാത്ത 3 പ്രായത്തിലുള്ള 3 സ്ത്രീകളും. അതിനുവേണ്ടി തേടിപ്പോകുന്ന യാത്രയും രസമാണ്. നമുക്കൊരു ചോദ്യത്തിനും കൂടിയുള്ള സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പ്രകാശനം കൂടിയുണ്ട്, ഒരു ചോദ്യം കൂടിയാണ്. ഒരു ചോദ്യം കൂടെ അനുവദനീയമാണ്. ഹായ് സർ. ഹായ്, ഹലോ. നമ്മുടെ പഴയ കാലഘട്ടത്തിൽ പ്രിയദർശൻ സാർ, മണിയൻപിള്ള രാജു സാർ, അങ്ങനെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരുപാട് നല്ല കലാകാരന്മാരുണ്ടായിരുന്നു. അതൊരു വലിയ സൗഹൃദ കൂട്ടായ്മയായിരുന്നു. ഇന്ന് അതിൻ്റെ പേര് മാറി ട്രിവാൻഡ്രം ലോബി, എറണാകുളം ലോബി, തൃശ്ശൂർ ലോബി എന്നൊക്കെ പറയുന്ന ഒരു സമയത്തിലേക്ക് മാറി. ഇത്തരം ലോബീസ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ മലയാള സിനിമയിൽ? ഉണ്ടെങ്കിൽ അത് അവർ കാര്യമായി അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്? അത് നല്ലതാണോ മോശമാണോ? ഈ എക്സിസ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറയുന്ന ലോബി എന്നുള്ള വാക്ക് കുറച്ചൊരു നെഗറ്റീവാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ചായ കുടിക്കാൻ പോകാനും ഒക്കെ ഇഷ്ടമാണല്ലോ. അതുപോലെ ഇപ്പം അച്ഛനും ശ്രീനങ്ങളും അവർ ലോബിയല്ല, അവർ ഫ്രണ്ട്സാണ്. അതുപോലെ ഒരേപോലെ ചിന്തിക്കുന്ന സെയിം ഗ്രൂപ്പിൻ്റെ കൂടെ സിനിമ ഉണ്ടാക്കുന്ന സന്തോഷമാണ് ഈ പറഞ്ഞ പോലെ കൊച്ചി ലോബി, കറുകുറ്റി ലോബി എന്നൊക്കെ പറയും. എല്ലാവരും മേക്കിംഗ് ഫിലിംസ് വിത്ത് പീപ്പിൾ ദേ ലവ്. അത് അത്രയേ ഉള്ളൂ, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. താങ്ക് യു സർ. ശ്രീ സത്യനന്ദിക്കാടിനെ മലയാളികൾ ഏറ്റെടുത്ത പോലെ തന്നെ അഖിൽ സത്യനെയും മലയാളികൾ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഈ നിറഞ്ഞ സദസ്സെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഈ സെഷൻ അവസാനിക്കുന്നതിന് മുൻപ് മാതൃഭൂമി പുറത്തിറക്കുന്ന ശ്രീ അഖിൽ സത്യൻ്റെ സർവ്വം മായയും പാച്ചുവും അത്ഭുത വിളക്കും എന്ന പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം കൂടി ഈ വേദിയിൽ നടക്കുന്നു. താങ്ക് യു സർ. ഒപ്പം മാതൃഭൂമിയുടെ സ്നേഹോപഹാരം ശ്രീ അഖിൽ സത്യന് നൽകാൻ മുഹമ്മദ് റാഫി ഏരിയ സെയിൽസ് ഓഫീസർ മെഡിമിക്സ് അദ്ദേഹത്തിനെയും ക്ഷണിക്കുന്നു. ബ്രാൻഡ് സത്യൻ എന്ന ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഈ സെഷൻ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് മെഡിമിക്സ്. താങ്ക് യു ശ്രീ അഖിൽ സത്യൻ.